ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. അബ്രഹാം പിതാവിനോട് കർത്താവ് പറയുന്ന ഒരു വലിയ വാഗ്ദത്തമാണ്. ഇന്ന് വിശ്വാസികളായ നമ്മൾ, ആത്മീയ സന്തതിയായ നമ്മൾ, അബ്രഹാം പിതാവിൻ്റെ ആത്മീയ സന്തതിയായ നമ്മൾ ഈ വാഗ്ദത്തത്തിൻ്റെ ഒരു വലിയ ആഴമേറിയ അളവ് പ്രാപിക്കാൻ പോകുകയാണ്. ആ വിശ്വാസത്തോടെ നമ്മൾ ഈ വാക്യം വായിക്കുവാൻ പോകുകയാണ്. എനിക്കുള്ള വാക്യമാണ് എന്ന് ഓരോരുത്തർ നമ്മളുടെ ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ട്, ഏറ്റുപറഞ്ഞുകൊണ്ട് ആ വാക്യം വായിക്കുവാൻ പോകുകയാണ്. കഴിയുമെങ്കിൽ എല്ലാവരും ബൈബിൾ കൊണ്ടുവന്നിട്ടുള്ള എല്ലാവരും ബൈബിൾ എടുത്ത് ഈ വാക്യം ചേർന്ന് വായിക്കുവാൻ അപേക്ഷിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 5-ാം വാക്യം. ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിച്ച് നിന്റെ സന്തതിക്ക് ഈ ദേശമൊക്കെയും കൊടുക്കും. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ആമേൻ. ഞങ്ങൾ നിമിത്തം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന ഒരു ഉറപ്പ് ചിലരുടെ അകത്തോട്ട് ഇന്ന് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതിൻ്റെ അകത്തിരിക്കുന്നവരും ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്ന പലരുടെയും ജീവിതത്തിൽ വാസ്തവത്തിൽ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരുവാൻ, എൻ്റെ കാര്യങ്ങൾ മാത്രം സാധിക്കണമെന്നല്ല, മറ്റുള്ളവരിലേക്ക് എന്നിൽ കൂടെ ചില നന്മകൾ ഒഴുകുവാൻ, ഞാൻ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരുവാൻ എൻ്റെ മേൽ ആ വാഗ്ദത്തം കിടപ്പുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ചില നിമിഷങ്ങൾ കർത്താവിനെ സ്തുതിക്കുവാൻ പോകുകയാണ്. അതിനു മുൻപേ ഒരിക്കൽ കൂടെ ആ വാക്യം വായിക്കണം. 26-ാം അധ്യായം 5-ാം വാക്യം ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിച്ച് നിന്റെ സന്തതിക്ക് ഈ ദേശമൊക്കെയും കൊടുക്കും. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയട്ടെ. എല്ലാ കരങ്ങളും ചില നിമിഷങ്ങൾ കരങ്ങളെ തട്ടി കർത്താവിനെ സ്തുതിക്കുവാൻ, ഒരു നിമിഷം കർത്താവിനെ ആരാധിക്കുവാൻ. കർത്താവേ, വാഗ്ദത്തം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഞങ്ങൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ ചില നിമിഷങ്ങൾ സ്തുതി ഉയരട്ടെ, സ്തുതി ഉയരട്ടെ. ആ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന ചിലതിനെ ഇന്ന് പകൽക്കാലം വെട്ടുവാൻ പോകുക, ചിലതിനെ ശാസിക്കുവാൻ പോകുക. ഇന്ന് വചനം ചിലതിനെ വെട്ടിയിരിക്കും, ചിലതിനെ ചിലത് നൽകുവാൻ. ശബ്ദം ഉയരട്ടെ. Thank you Lord. ഇന്ന് ചിലതിന് വെട്ടേറ്റ് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നവർ ശബ്ദം ഉയർത്തിയാട്ടെ. ഇന്ന് മൈക്കിൽ കൂടെ ശബ്ദം കേട്ടില്ലെങ്കിലും ചിലതിനെ വെട്ടിക്കഴിഞ്ഞു. അടുത്ത വചന ശുശ്രൂഷയിലേക്ക് കടക്കുമ്പോൾ ചിലത് ഇതിൻ്റെ അകത്ത് റിലീസായി കഴിഞ്ഞു. അതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരുന്നാലും നമ്മൾ വായിച്ച വാക്യം ഇതാണ്. ദൈവം അബ്രഹാമിനോട് പറയുന്ന ഒരു വാഗ്ദത്തം, ഞാൻ നിന്റെ സന്തതികളെ അനുഗ്രഹിക്കും. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ, യേശു കർത്താവിൻ്റെ കാൽവറി ക്രൂശിൽ കൂടെ ആ വാഗ്ദത്തങ്ങൾ നമ്മൾ ഏറ്റെടുക്കുവാൻ ദൈവം അവകാശം തന്നതിനാൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. സോ നമ്മൾ ജാതികൾക്ക് ഒരു അനുഗ്രഹമായി തീരും എന്നാണ് നമ്മുടെ മേലൊരു വാഗ്ദത്തം കിടപ്പുണ്ട്. നമ്മൾ വാസ്തവത്തിൽ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായിരിക്കും. സോ എങ്ങനെയാണ് ഈ അനുഗ്രഹമായി തീരുന്നത്? നമ്മൾ ആത്മീയരായി കഴിയുമ്പോൾ നമ്മളുടെ സ്പിരിച്വാലിറ്റി, നമ്മളുടെ ആത്മീയ ജീവിതം, നമ്മളുടെ സ്വഭാവം, നമ്മളുടെ പിതാവായ ദൈവത്തെ, സകലത്തെയും സൃഷ്ടിച്ച ദൈവത്തെ കണ്ടെത്തുവാൻ, ദൈവത്തിങ്കിലേക്ക് ചെല്ലുവാൻ യേശു കർത്താവിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. പുത്രനിൽ കൂടല്ലാതെ, കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടല്ലാതെ പിതാവിൻ്റെ അടുക്കൽ വരുവാൻ ആർക്കും സാധ്യമല്ല. നമ്മൾ ആത്മീയ സത്യങ്ങൾ, ആത്മീയ ശുശ്രൂഷകൾ, ആത്മീയരായി മറ്റുള്ളവരിലേക്ക് അത് സത്യങ്ങൾ, സുവിശേഷത്തിൻ്റെ സത്യങ്ങൾ പറയുമ്പോൾ, സുവിശേഷത്തിൻ്റെ സത്യം ദേശത്ത് ഒക്കെയും വ്യാപരിക്കുവാൻ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മളുടെ ജീവിതം കൊണ്ട് സുവിശേഷത്തിൻ്റെ വെളിച്ചം പരത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മളുടെ ഓഫീസിൽ, നമ്മളുടെ കോളേജിൽ, നമ്മളുടെ സ്കൂളുകളിൽ, നമ്മൾ ആയിരിക്കുന്ന ഭവനങ്ങൾ, അത് ചുറ്റുപാടുകളിലൊക്കെയും നമ്മളുടെ നല്ല സാക്ഷ്യം, നമ്മളുടെ വാക്കുകൾ, നമ്മളുടെ വികാരങ്ങൾ, നമ്മളുടെ പ്രവൃത്തികളാൽ യേശു കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുകയും യേശു കർത്താവിൽ കൂടെ പിതാവിങ്കിലേക്കല്ലാതെ വരുവാൻ മറ്റൊരു മാർഗമില്ല എന്ന വചനത്തിൻ്റെ സത്യം ആൾക്കാരെ ഗ്രഹിപ്പിക്കുവാൻ നമ്മളുടെ ജീവിതം ദേശത്തിന്, ആത്മീയ അനുഗ്രഹത്തിന് ഒരു മുഖാന്തരമായി തീരും. ആമേൻ. സോ നമ്മളുടെ ജീവിതം അങ്ങനെ ആയിത്തീരണം. നമ്മളുടെ ജീവിതം കണ്ടിട്ട് ഇവൻ സേവിക്കുന്ന ദൈവത്തെ വേണ്ട എന്നാരും പറയല്ല. പകരം നമ്മളുടെ ജീവിതം കണ്ടിട്ട് ആൾക്കാർ പറയണം, ഇവരുടെ ദൈവം സാക്ഷാൽ ജീവിക്കുന്ന ഒരു ദൈവമാണ്. കാര്യം ഇവരുടെ ജീവിതം അത്ഭുതത്തിൻ്റെ ഒരു ജീവിതം മാത്രമല്ല, അനുഗ്രഹത്തിൻ്റെ ജീവിതമാണ്. ഇവരുടെ ജീവിതം പറയുന്നതും പ്രസംഗിക്കുന്നതും മാത്രമല്ല, വാസ്തവത്തിൽ ഇവരുടെ ജീവിതത്തിൽ രൂപാന്തരങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവർ കണ്ടാൽ നമ്മൾ ജാതികൾക്ക് ഒരു അനുഗ്രഹമായി തീരും, ആത്മീയ അനുഗ്രഹമായി തീരും. അത് ആമേൻ പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? റൈറ്റ്. അത് മാത്രമല്ല, സമാധാനം, നമ്മളിൽ കൂടെ സമാധാനം വ്യാപരിക്കും. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം ഞാൻ തരുന്നു. ലോകം തരുന്ന സമാധാനമല്ല, മാത്രമല്ല സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം
കർത്താവായ യേശു പരിശുദ്ധാത്മാവിൽ കൂടെ നമ്മൾക്ക് തരും. ആ സമാധാനം പ്രാപിച്ചവരാണ് ഇവിടെ ഉള്ളവർ. അതുകൊണ്ട് നമ്മളോട് ഇടപെടുന്നവരുടെ ജീവിതത്തിലേക്ക് ആ സമാധാനം വ്യാപരിച്ചിരിക്കും. നിങ്ങളുടെ ഓഫീസിൽ, നിങ്ങളുടെ ചുറ്റുവട്ടത്തിൽ നിങ്ങളെ കാണുന്നവർ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ സംഭവം ഏതോ ഒരു സമാധാനം എൻ്റെ അകത്ത് വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുക്കൽ വരുവാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹ വിഷയമാകണം. നമ്മളുടെ ജീവിതത്തിൽ കൂടെ നമ്മൾ അനുഗ്രഹം ശുശ്രൂഷിക്കുന്നവരാകണം. ആമേൻ. അസ്വസ്ഥതകളിൽ, അസമാധാനത്തിൽ, വലിയ പ്രശ്നങ്ങളിലായിരിക്കുന്ന വ്യക്തികളുടെ ജീവിതവുമായി നമ്മൾ കയറി ഇടപെടുമ്പോൾ അവരുടെ ജീവിതം സമാധാനത്താൽ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജാതികൾക്കും ലോകത്തിനും ഒരു അനുഗ്രഹ വിഷയമായിരിക്കും. മാത്രമല്ല, യേശു കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് എൻ്റെ സമാധാനം തരുന്നുവെന്ന് മാത്രമല്ല, ലോകം തരാത്ത സമാധാനം തരുന്നുവെന്ന് മാത്രമല്ല, സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം തരുന്നു എന്ന് മാത്രമല്ല, യേശു കർത്താവ് പറഞ്ഞു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ, ഞാൻ പാർക്കുന്ന പട്ടണത്തിൽ, ഞാൻ പാർക്കുന്ന ഏരിയയിൽ, ഞാൻ പാർക്കുന്ന ആ ലൊക്കാലിറ്റിയിൽ, ഞാൻ പാർക്കുന്ന ദേശത്ത് ഞാൻ അവിടെ ഉള്ളതിനാൽ സമാധാനമുണ്ടായിരിക്കും. ഞാൻ പാർക്കുന്ന ദേശത്ത് വഴക്കും വയ്യാവേലിയും ചീത്തവിളിയും പ്രശ്നവും ക്രൈം റേറ്റും വർദ്ധിക്കുന്നെങ്കിൽ ഇവിടെയോ ഞാനൊരു കാര്യം തീരുമാനിക്കണം. ഞാൻ പാർക്കുന്ന സ്ട്രീറ്റിൽ, ഞാൻ പാർക്കുന്ന ഏരിയയിൽ, ഞാൻ പാർക്കുന്ന പട്ടണത്തിൽ ക്രൈം റേറ്റ് കുറഞ്ഞേ മതിയാകൂ. കാര്യം എന്നെ വിളിച്ചിരിക്കുന്നത് ഞാൻ സമാധാനം അനുഭവിക്കുവാൻ മാത്രമല്ല, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. എനിക്ക് സമാധാനമുണ്ട്, അതുകൊണ്ട് സ്തോത്രം. അതുകൊണ്ട് ആശ്വസിക്കാനല്ല, നമ്മളെ ദൈവം ആഗ്രഹിക്കുന്നത്, ആക്കി വച്ചിരിക്കുന്നത് ദേശങ്ങൾക്കും രാജ്യങ്ങൾക്കും ജാതികൾക്കും അനുഗ്രഹമായി തീരുവാൻ, മറ്റുള്ളവർക്ക് സമാധാനം ശുശ്രൂഷിക്കുവാനാണ്. ആത്മീയമായി ശുശ്രൂഷിക്കുവാൻ, സമാധാനം ശുശ്രൂഷിക്കുവാൻ നമ്മളെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളുടെ ജീവിതത്തിൽ ആരോഗ്യം ദൈവം തന്നു, എങ്കിലും അവിടെ കൊണ്ട് നിർത്തുവാനല്ല. രോഗികളെ കാണുമ്പോൾ പാസ്റ്ററുടെ അടുക്കൽ വിളിച്ചുകൊണ്ട് പോകാം എന്ന് പറയുന്നത് നല്ലതാണ്. ബ്രിങ് ദം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സഭ ഇവിടെയുണ്ട്, ശുശ്രൂഷകന്മാർ ഇവിടെയുണ്ട്. എങ്കിലും അതിനുവേണ്ടി കാത്തിരിക്കാതെ എന്നെ ദൈവം ശുശ്രൂഷ ഏൽപ്പിച്ചെങ്കിൽ, എന്നെ ദൈവം ദൈവ പൈതലാക്കിയെങ്കിൽ, എനിക്കൊരു അനുഗ്രഹം, എനിക്കൊരു നല്ല ആരോഗ്യം തന്നെങ്കിൽ എൻ്റെ ഒരു അവകാശമാണ്. ഞാൻ അബ്രഹാം പിതാവിൽ കൂടെ മറ്റുള്ളവർക്കൊരു അനുഗ്രഹ വിഷയം ആകുവാൻ ഞാൻ മറ്റുള്ളവരുടെ മേൽ കൈവച്ച് സൗഖ്യത്തിനായി പ്രാർത്ഥിക്കും. എത്ര പേർക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു മനോഭാവമുണ്ട്? പ്രൈസ് ദി ലോർഡ്. കാണുന്നോണ്ട് അയ്യോ ഇത് ഇങ്ങോട്ട് കയറി പിടിച്ചെങ്കിലോ, വേണ്ട തൊടണ്ട, മാറിപ്പോകാമെന്ന് പറയാതെ, കർത്താവെ ഞാൻ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ, മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹ വിഷയമായി തീരുവാൻ ഞാൻ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് രോഗസൗഖ്യങ്ങൾക്കായി പ്രാർത്ഥിക്കണം. നമ്മളുടെ പരിചയത്തിലുള്ളവർ, നമ്മുടെ ചുറ്റുപാടുകളിലുള്ളവർ, നമ്മൾ ഒരുപക്ഷേ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കഴിയുന്നത്രയും മറ്റുള്ളവർക്ക് വേണ്ടി സൗഖ്യത്തിനായി പ്രാർത്ഥിച്ചാൽ, പറയട്ടെ, പാസ്റ്റർമാരുടെ കുത്തുവകയല്ല ഇത്, ചില വിശ്വാസികളിൽ കൂടെ അത്ഭുതങ്ങളുടെ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ദൈവം സൗഖ്യങ്ങൾ നിങ്ങളുടെ കരങ്ങളിൽ കൂടെ ചെയ്തിരിക്കും. അതിന് ഓർഡിനേഷൻ്റെ ആവശ്യമില്ല. ഓർഡിനേഷൻ നല്ലതാണ്. ഇന്നും ചിലർക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കും എന്ന് വിശ്വസിക്കുന്നു. മെസ്സേജിന് ശേഷം ചിലർക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കും. എങ്കിലും ഓർഡിനേഷൻ അതിൻ്റെ സ്ഥാനമുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഒരു പക്ഷേ സമയം ലഭിച്ചാൽ പറയും. എങ്കിലും ഓരോ വിശ്വാസിയും, യേശുവിൽ വിശ്വസിക്കുന്ന വിശ്വാസികൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മളെ അധികാരപ്പെടുത്തിയിട്ടുണ്ട്. കാര്യം നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്ക് നമ്മൾ ഒരു അനുഗ്രഹ വിഷയമാകണം. ആത്മീയമായി ശുശ്രൂഷിക്കുവാൻ ബന്ധനത്തിലായിരിക്കുന്നവരെ, ഭൂതബാധയിൽ ആയിരിക്കുന്നവരെ, പൈശാചിക പിടിയിലായിരിക്കുന്നവരെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്താൽ അവരെ അനുഗ്രഹിക്കുവാൻ, സമാധാനത്താൽ അവരെ അനുഗ്രഹിക്കുവാൻ, മാത്രമല്ല രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഇങ്ങനെ വ്യത്യസ്ത രീതികളിൽ ദൈവം ആഗ്രഹിക്കുകയാണ്. പുതിയ നിയമ വിശ്വാസികളാകുന്ന നമ്മൾ, അബ്രഹാം പിതാവിൻ്റെ ആത്മീയ സന്തതികളാകുന്ന നമ്മൾ ജാതികൾക്ക് വാസ്തവത്തിൽ ഒരു അനുഗ്രഹമാകണം, വെളിച്ചമാകണം എന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഡാഡി എടുത്ത അതേ മെസ്സേജിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നും പോകുവാൻ ആഗ്രഹിക്കുന്നത്. കാര്യം കർത്താവിൻ്റെ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞു, നമ്മളെ ദൈവം ആഗ്രഹിക്കുന്നത് ദേശത്തെ ഉയർത്തുവാനാണ്, ദേശത്തെ അനുഗ്രഹിക്കുവാനാണ്. യെശയ്യാ പ്രവചനത്തിൽ നാം ചിന്തിച്ചത്, ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നതും തെരഞ്ഞെടുത്തിരിക്കുന്നതും ജാതികൾക്കൊരു നിയമമായി, ജാതികളെ, ദേശങ്ങളെ ഉയർത്തുവാൻ ദൈവം നമ്മളെ നിയമിച്ചു എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നമ്മൾ വാസ്തവത്തിൽ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായിരിക്കും. ഇന്ന് ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ട് ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മളുടെ അനുഗ്രഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം പിശാച് ഏറ്റവും അധികം തടയുന്നതും കണ്ണുകളെ കുരുടാക്കിയിരിക്കുന്നതും നമ്മളുടെ വഴികളെ പലപ്പോഴും ബന്ധിച്ചു കളയുന്നതുമായ അനുഗ്രഹത്തിൻ്റെ ഒരു ഫാക്ടർ. രോഗസൗഖ്യത്തെക്കുറിച്ച് പറഞ്ഞാൽ ഈ സഭയിലും മാത്രമല്ല വിശ്വാസികളിൽ പലരും പറയും, യെസ്, ഞങ്ങൾ രോഗസൗഖ്യത്തിൽ വിശ്വസിക്കുന്നു, ഞങ്ങൾ മറ്റുള്ളവരുടെ ഹീലിങ്സിനായി പ്രാർത്ഥിക്കുന്നുണ്ട്, അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നവർ എല്ലാവരും തന്നെയാണ്. നമ്മളുടെ സമാധാനത്തിനും മറ്റുള്ളവരുടെ സമാധാനത്തിനും പ്രാർത്ഥിക്കും. സുവിശേഷീകരണത്തിനും ആത്മീയ അനുഗ്രഹങ്ങൾക്കായി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പിതാവായ ദൈവത്തോട് നമ്മൾ ലോകത്തെ രമ്യതപ്പെടുത്തുവാൻ,
ക്രിസ്തുയേശുവിൽ കൂടെ അവർക്കുള്ള രക്ഷയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാൻ നമ്മൾ പരിശ്രമിക്കാറുണ്ടെങ്കിലും പലപ്പോഴും വിട്ടുപോകുന്നൊരു മണ്ഡലമാണ് നമ്മളുടെ സാമ്പത്തിക മേഖലകൾ. ഇന്ന് ദൈവത്തിന് പറയാനുള്ളത്, ഞാൻ നിങ്ങളുടെ സമ്പത്തിനെ അനുഗ്രഹിച്ചിരിക്കും. ഇന്ന് അങ്ങനെ ഒരു അരുളപ്പാടുമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ചിലരുടെ ജീവിതത്തിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ, ചിലരുടെ സമ്പത്തിന്റെ മണ്ഡലത്തെ ദൈവം ഇന്ന് പകൽക്കാലം ഈ ദിവസങ്ങളിൽ തൊടുവാൻ ആഗ്രഹിക്കുകയാണ്. വരുന്ന ചില മാസങ്ങൾക്കകം ചിലരുടെ ഫൈനാൻസസ് ആകപ്പാടെ മാറിയിരിക്കും. Let me tell you, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല സ്പിരിച്വൽ, അല്പം കൂടെ ആത്മീയമായിട്ട് സംസാരിക്കാം. ഇന്ന് ഇതിനേക്കാൾ ആത്മീയമായിട്ട് എനിക്ക് സംസാരിക്കാൻ സാധിക്കത്തില്ല. ചിലരുടെ ബാങ്ക് ബാലൻസ് മാറിയിരിക്കും, ചിലരുടെ ബാങ്ക് ബാലൻസ് വർദ്ധിച്ചിരിക്കും, ചിലരുടെ വരുമാന മാർഗങ്ങൾ മാറിയിരിക്കും. കാര്യം, എൻ്റെ ദൈവത്തിന് പറയാനുള്ളത്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹ വിഷയമായിരിക്കും. എൻ്റെ കാര്യം എങ്ങനെയെങ്കിലും നടന്നു പോകണമെന്നല്ല, എന്നിൽ കൂടെ മറ്റു പലരും അനുഗ്രഹിക്കപ്പെടുവാൻ, എന്നിൽ കൂടെ ദൈവത്തിന്റെ പ്രവൃത്തികൾ നടക്കുവാൻ എൻ്റെ കരങ്ങളിൽ ദൈവം ബലപ്പെടുത്തും. എൻ്റെ കരങ്ങളിൽ ദൈവം ചിലത് ഏൽപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടോ? നിങ്ങളോടാണ് എൻ്റെ ഇന്നത്തെ സന്ദേശം. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചിരിക്കുന്നത് ജാതികൾക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ. എൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെയെങ്കിലും സ്കൂളിൽ വിടുവാനുള്ള പണം എനിക്ക് വേണമെന്നുള്ള പ്രാർത്ഥന മാറ്റിയിട്ട് ചിലർ പ്രാർത്ഥിക്കാൻ പോകുക. പലരെയും പഠിപ്പിക്കുവാൻ ചില സ്കൂളുകൾ തുടങ്ങുവാൻ, ചില കോളേജുകൾ തുടങ്ങുവാൻ എൻ്റെ കരങ്ങളെ ദൈവം ബലപ്പെടുത്തും എന്ന് ഇന്ന് പ്രതീക്ഷിക്കാത്ത ചിലരുടെ മേൽ ഒരു പുതപ്പ് വീഴട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് എൻ്റെ കാര്യം എങ്ങനെയെങ്കിലും നടക്കുമോ എന്ന് ഭാരപ്പെട്ടിരിക്കുന്ന ചിലതിനെ വലിയ ചില വിളിക്കായി ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്ന് പകൽക്കാലം ഓർപ്പിച്ച് ഞാൻ പറയട്ടെ. ചില ജീവിതത്തിൽ ഒരു രാപകൽ വ്യത്യാസം ഉണ്ടാകുവാൻ പോകുകയാണ്. എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന ആഡിയോ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുവാൻ പോകുകയാണ്. ഇന്ന് ഈ മെസ്സേജ് കഴിയുന്നതിന് മുൻപേ ചില ബന്ധനങ്ങൾ തകർന്നിരിക്കും, ചില കെട്ടുകൾ പൊട്ടിയിരിക്കും, ചില ഉടമ്പടിയുടെ ബന്ധനങ്ങൾ തകർന്നിരിക്കും, ചില ശാപത്തിന്റെ കെട്ടുകൾ പൊട്ടിയിരിക്കും എന്ന് വിശ്വസിക്കുന്നവരുണ്ടോ? ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ഞാൻ പറയട്ടെ, ഇന്ന് ദൈവം ചിലതിനെ അനുഗ്രഹിക്കുവാൻ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഒരു ദിവസം ഇന്നായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, ഓ യെസ്, ഓ യെസ്, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ എൻ്റെ ദൈവം ചിലതിനെ തെരഞ്ഞെടുക്കാൻ പോകുകയാണ്. ജാതികളെ ലജ്ജിപ്പിക്കുവാൻ, ഇരുട്ടിലെ നിക്ഷേപങ്ങൾ, ഗുപ്ത സ്ഥലങ്ങളിലെ നിധികൾ ചിലരുടെ കരങ്ങളിൽ ഏൽപ്പിക്കുവാൻ ഈ ദിവസങ്ങളിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, ഏറ്റെടുക്കുന്നവരുണ്ടെങ്കിൽ, മറ്റുള്ളവർ പുച്ഛിക്കട്ടെ, മറ്റുള്ളവർ എങ്ങനെ പ്രതികരിച്ചാലും എനിക്കൊരു കാര്യം അറിയാം, അവന്റെ നാമത്തിന്റെ മഹത്വത്തിനായി, അവന്റെ ഉടമ്പടികൾ സ്ഥാപിക്കുവാനായി, അവന്റെ ഉടമ്പടികൾ സ്ഥാപിക്കുവാനായി എൻ്റെ ദൈവം ചിലതിനെ ഈ ദിവസങ്ങളിൽ തെരഞ്ഞെടുത്തിരിക്കും. അത് വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി ഒരു ആമേൻ പറഞ്ഞാലും. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 18-ാം വാക്യത്തിലേക്ക് നമ്മൾ വായിച്ചാരംഭിച്ചത് എവിടെയാണ്? അബ്രഹാമിന്റെ സന്തതിയിൽ നമ്മളൊക്കെയും ജാതികളെ അല്ല, ലോകരാജ്യങ്ങളെ അനുഗ്രഹിക്കുവാൻ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ആവർത്തന പുസ്തകം 8-ാം അധ്യായം, Deuteronomy chapter number 8 and verse number 18. നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം. നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തന്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത്. അവൻ നിങ്ങൾക്ക് ശക്തി തരും. എന്തിനാണെന്നറിയാമോ? സമ്പത്തുണ്ടാക്കുവാൻ. ഓൾറെഡി പ്രാർത്ഥിക്കുവാൻ അഭിഷേകമുള്ളവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അവരോടാണ് ഞാൻ സംസാരിക്കുന്നത്. സുവിശേഷത്തിന്റെ താല്പര്യം ഉള്ള ചിലരോടാണ് ഞാൻ സംസാരിക്കുന്നത്. രോഗശാന്തി ശുശ്രൂഷ കൈകാര്യം ചെയ്യുന്ന ചിലരോടാണ് സംസാരിക്കുന്നത്. ഭൂതങ്ങളുടെ മേൽ അധികാരമുള്ള ചിലരോടാണ് ഞാൻ സംസാരിക്കുന്നത്. അതില്ലാത്ത ജഡികനായ ലോക മനുഷ്യരോടല്ല ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് പ്രതികരിക്കുവാൻ അവകാശമില്ല. പകരം ഇന്ന് സുവിശേഷത്തിനായി ജീവിക്കുന്ന ചിലർ, കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ചിലർ, ദൈവത്തിന്റെ ഉടമ്പടി എന്താണ്? അവന്റെ രാജ്യം ഈ ഭൂമിയിൽ വരുവാൻ ചിലരെ വിളിച്ചു, ചിലരെ തിരഞ്ഞെടുത്തു, ചിലരെ വേർതിരിച്ചു, ചിലരെ അഭിഷേകം ചെയ്തു. അങ്ങനെ ഉടമ്പടിയുടെ ഭാഗമായി, അഭിഷേകത്തിന്റെ ഭാഗമായി കർത്താവിന്റെ ശക്തി കൈകാര്യം ചെയ്യുവാൻ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും ശക്തിയും കൈകാര്യം ചെയ്യുവാൻ ഇന്ന് പകൽക്കാലം തിരഞ്ഞെടുക്കപ്പെട്ട ചിലരുണ്ടോ? നിങ്ങളോട് പറയട്ടെ, സമ്പത്തുണ്ടാക്കാനുള്ള ശക്തി അവൻ ചില കരങ്ങളിൽ തരുവാൻ പോകുകയാണ്. യെസ്, എനിക്കിത് പറയുവാൻ ഒരു മടിയുമില്ല. ഇത് പലരുടെയും വിചാരം ആത്മീയമല്ലെന്നോ. ഇതിനേക്കാൾ ആത്മീയമായിട്ട് ഇന്ന് എനിക്ക് സംസാരിക്കുവാനും സാധിക്കത്തില്ല. അഭിഷേകം പ്രാപിച്ചവർ, അന്യഭാഷ അടയാളത്തോടുകൂടെ അഭിഷേകം പ്രാപിച്ചവർ, ഭൂതശാന്തിയും ഭൂതങ്ങളുടെ മേൽ അധികാരവും ചെലുത്തുന്നവർ, ദേശങ്ങളെ സുവിശേഷീകരിക്കുവാൻ കർത്താവിന്റെ സന്നിധിയിൽ അവരെ തന്നെ വിട്ടുകൊടുത്തവർ, കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ നിത്യതയുടെ വെളിച്ചത്തിൽ ജീവിക്കുന്നവർ, ഈ ഭൂമിയിലെ ഉള്ളതൊന്നുമല്ല എനിക്ക് അങ്ങ് അപ്പുറേ ആ നിത്യതയിൽ ആവശ്യമാണ്, അതാണ് എനിക്ക് വേണ്ടിയത് എന്ന ഈ ലോകത്തിൽ അവരെ തന്നെ അന്യരെന്നും പരദേശികളും എന്നെണ്ണുന്ന ചിലരോട് ഞാൻ സംസാരിക്കട്ടെ. ഉടമ്പടികൾ ഈ ഭൂമിയിൽ സ്ഥാപിക്കേണ്ടത് ദൈവം ചിലരുടെ കരങ്ങളിൽ കൂടെ ചെയ്തെടുക്കുവാൻ, ചിലരുടെ കരങ്ങളെ ബലപ്പെടുത്തുവാൻ പോകുകയാണ്, ചിലരുടെ മനോഭാവങ്ങളെ മാറ്റുവാൻ പോകുകയാണ്, ചിലരുടെ മേൽ അതിന്റെ അഭിഷേകവും പുതപ്പും. ഇന്ന് ഈ ആരാധനയിൽ ഈ മെസ്സേജ് കഴിയുന്നതിന് മുൻപേ അതിന്റെ ഒരു പകർച്ച ഉണ്ടായിരിക്കും എന്ന അഭിഷക്ത ദാസൻ എന്ന പദവിയിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. സ്വീകരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ആത്മാവിൽ സ്വീകരിച്ചോ. നിങ്ങളുടെ കരങ്ങൾ അതിനായി ബലപ്പെട്ടിരിക്കും. He will give you power. He gives you power to get wealth. സമ്പത്തുണ്ടാക്കുവാൻ, സൃഷ്ടിക്കുവാൻ ഉള്ള ആ അധികാരം, ഉള്ള ശക്തി ദൈവം ചിലർക്ക് തന്നിരിക്കും. ഞാൻ ചിന്തിക്കട്ടെ, ദൈവം ഇസ്രായേൽ ജനത്തെ തിരഞ്ഞെടുത്തപ്പോൾ ഒറ്റ രാത്രി കൊണ്ട്
സമ്പത്ത് തരണം എന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ 15 വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെ ആവശ്യമില്ല. ഒറ്റ രാത്രി കൊണ്ട് മിസ്രൈം രാജ്യത്തിൻ്റെ സകല സമ്പത്തിനെയും എടുത്ത് ഇസ്രായേൽ ജനത്തിൻ്റെ കയ്യിലേക്ക് കൈമാറ്റം ചെയ്ത എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതികൾ ആരും ഡു നോട്ട് അണ്ടർ എസ്റ്റിമേറ്റ്. ഒരിക്കലും അതിനെ കൊച്ചതായി വിചാരിക്കല്ലേ. കർത്താവേ, ഇത്രയും വർഷങ്ങളായി എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ലല്ലോ, ഒരുപക്ഷെ അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നിൻ്റെ അവസ്ഥകൾക്ക് വലിയ മാറ്റമുണ്ടായിരിക്കും എന്ന് ഞാൻ ചിലരെ നോക്കി പറയട്ടെ. ഇന്നത്തെ ചിലരുടെ ഫോട്ടോ എടുത്തു വെച്ചോണം. കാര്യം, അടുത്ത വർഷമാകുമ്പോൾ നിൻ്റെ വസ്ത്രധാരണം മാറിയിരിക്കും. അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ചിലരുടെ ജീവിത അനുഭവങ്ങൾ മാറിയിരിക്കും. കാര്യം, ഉടമ്പടിക്കായി എൻ്റെ കയ്യിൽ ചിലത് ഏൽപ്പിച്ചാൽ എൻ്റെ നന്മയ്ക്കായിട്ടല്ല കർത്താവേ, അങ്ങയുടെ രാജ്യത്തിൻ്റെ ഉടമ്പടി, അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വം, അങ്ങയുടെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി, സുവിശേഷീകരണത്തിനായി, അങ്ങയുടെ രാജ്യത്തിൻ്റെ സംസ്കാരം ഇവിടെ വരുവാനായി എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന സ്വാധീനത്തെ ഞാൻ പ്രയോജനപ്പെടുത്തുവാൻ, എൻ്റെ കയ്യിൽ സമ്പത്ത് സൃഷ്ടിക്കുവാനുള്ള അധികാരവും അഭിഷേകവും ശക്തിയും തന്നാൽ ഞാനത് അങ്ങയുടെ നാമത്തിന് മഹത്വത്തിനായി ഏറ്റുകൊള്ളാം എന്ന് പറയുന്ന ചിലർ ഇന്ന് ഉടമ്പടിയിലേക്ക് കടന്നേ മതിയാകും. താങ്ക് യു ലോർഡ്. അത് ഒരു രാജ്യത്തെ മാത്രമല്ല, കർത്താവിൻ്റെ വചനത്തിൽ യാക്കോബിൻ്റെ ജീവിതം കാണുവാൻ സാധിക്കും. യാക്കോബ് എന്താണ് ചെയ്തത്? യാക്കോബിൻ്റെ അമ്മായിയപ്പനായ ലാബാൻ താൻ എന്തു ചെയ്തു? തൻ്റെ കൂലി 10 പ്രാവശ്യം മാറ്റിക്കളഞ്ഞു. ഓരോ പ്രാവശ്യം കൂലി മാറ്റുമ്പോൾ പീഡിപ്പിക്കുക. ഇറ്റ്സ് പെർസിക്യൂഷൻ, അവരെ ഒപ്രഷൻ. അങ്ങനെ പീഡിപ്പിച്ച് വഞ്ചന കാണിച്ച് ആ കൂലി മാറ്റി പോകുമ്പോൾ മാനുഷികമായി ചിന്തിച്ചാൽ ഇതാ ലാബാൻ ഒത്തിരി പ്രോസ്പെറസ് ആയി, കൃതാർത്ഥനായി വർദ്ധിച്ചു വരണം. യാക്കോബോ ശോഷിച്ചു വരണം. എങ്കിലും ദൈവത്തിൻ്റെ നീതി ഞാൻ പറയട്ടെ, എൻ്റെ ദൈവം ഒരു കാര്യം ചെയ്തു. ഒടുവിൽ കണക്ക് തീർക്കുന്ന നാളായപ്പോൾ യാക്കോബിൻ്റെ കരം ബലപ്പെട്ടിരുന്നു, ലാബാൻ്റെ കരമോ ബലഹീനമായി. ഇന്ന് പകൽക്കാലം ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. നിങ്ങളെ ജോലി സ്ഥലത്ത് വഞ്ചിക്കുന്നവരുണ്ടായിരിക്കും, ചൂഷണം ചെയ്യുന്നവരുണ്ടായിരിക്കും, കഠിനാധ്വാനത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾക്ക് വരുന്നില്ല എന്ന് വ്യാകുലപ്പെടുന്നവരും നിരാശപ്പെടുന്നവരുണ്ടായിരിക്കും. ഒരു കാര്യം പറയട്ടെ, ഇന്ന് പകൽക്കാലം ഞാൻ കർത്താവിൻ്റെ ദാസൻ എന്ന പദവിയിൽ പറയട്ടെ, ചില നാളുകൾ കഴിയുമ്പോൾ ലോകത്തിൻ്റെ യുക്തിക്കും ബുദ്ധിക്കും മനസ്സിലാകാത്തതുപോലെ ദൈവം ഒരു വെൽത്ത് ട്രാൻസ്ഫർ നടത്തുമ്പോൾ ദൈവജനത്തിൻ്റെ കയ്യിൽ നന്മകൾ വന്നിരിക്കും. വഞ്ചിച്ചവരും പീഡിപ്പിച്ചവരും ചൂഷണം ചെയ്തവരും അവരുടെ കരങ്ങൾ ശോഷിച്ചു പോകുമ്പോൾ ദൈവനാമത്തിൽ പിറുപിറുക്കാതെ നന്ദിയോടെ സ്തോത്രത്തോടെ നിന്ന ചിലരുണ്ടോ? നിന്റെ കരങ്ങൾ ധന്യമായി അനുഗ്രഹിക്കപ്പെട്ടിരിക്കും, ബലപ്പെട്ടിരിക്കും, ശക്തീകരിക്കപ്പെട്ടിരിക്കും എന്ന് പകൽക്കാലം അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ കേൾക്കട്ടെ. 2 ഉദാഹരണങ്ങൾ പെട്ടെന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഞങ്ങൾ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ, അല്ല കോളേജിൽ പഠിക്കാൻ ജസ്റ്റ് PUC ഡിഗ്രിക്ക് വേണ്ടി കടക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹോദരൻ, ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും, ആയിരുന്നോ, എങ്കിലും ആ സഹോദരന് ഗൾഫിൽ പോകാൻ ഒരു അവസരം ലഭിച്ചു. കർത്താവിൻ്റെ ദാസൻ ഗൾഫിൽ പോയി. അന്ന് ഞങ്ങളെല്ലാം അത്രയ്ക്ക് വലിയ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലാണോ, ആത്മീയമായിട്ട് അനുഗ്രഹിക്കപ്പെട്ടവരാണെങ്കിലും വാഹനങ്ങളില്ല, ഭവനങ്ങളില്ല, അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ്. ഞങ്ങളൊരു ടീമുണ്ട്. ആ ടീമിൽ നിന്നാണ് ഈ സഹോദരൻ പോയത്. താൻ വിദേശത്ത് അവിടെ ചെന്നു. 10 വർഷങ്ങൾക്ക് ശേഷം താൻ വന്ന് എൻ്റെ അടുക്കൽ പറഞ്ഞ വാക്കാണ്, ഇന്ന് ഒരുപക്ഷെ എന്നോട് ഓൺലൈനിൽ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും, താൻ പറഞ്ഞ വാക്കാണ്, നിങ്ങളൊക്കെ ഇവിടെ ആയിരുന്നപ്പോൾ ഞാൻ ഓർത്തു ഞാൻ രക്ഷപ്പെട്ടു എന്ന കാര്യം. എനിക്ക് വിദേശത്ത് പോകാൻ അവസരം ലഭിച്ചു. ഞാൻ പറഞ്ഞു, ഞാനും അങ്ങനെ ഓർത്തു, നിങ്ങൾ രക്ഷപ്പെട്ടെന്ന് ഓർത്തു. അദ്ദേഹം പറഞ്ഞു, പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രശ്നമുണ്ടായി. എൻ്റെ കുഞ്ഞുങ്ങൾ വളർന്നത് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഭാര്യയുടെ അല്ല ഞാൻ ജീവിക്കുന്നത്. എനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ല, സ്വന്തമായിട്ടൊരു വാഹനമില്ല. മരുഭൂമിയിൽ കിടന്ന് അധ്വാനിച്ചത് മാത്രം മിച്ചം. എങ്കിലും ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 2 വണ്ടിയില്ലാത്ത, 4 വീലർ ഇല്ലാത്ത ഒറ്റയൊരുത്തൻ ഇവിടെ ഇല്ല. ഏറ്റവും കുറഞ്ഞത് ഒരു വീടില്ലാത്ത, സ്വന്തം വീടില്ലാത്ത ആ ടീമിൽ ഒറ്റയൊരുത്തനില്ല. ഒരു പ്രത്യേകത ഇല്ലെങ്കിലും ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവം തന്നോട് ചേർന്ന് നിന്നവരെ മാനിച്ച ഒരു സാക്ഷ്യം ആ സഹോദരൻ പറഞ്ഞത് ഇവിടെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്താ പറഞ്ഞെന്നറിയാമോ? ഒരു പക്ഷേ സുവിശേഷത്തിനായി കഷ്ടം സഹിക്കുന്ന ചിലരുണ്ടോ? ഇന്ന് പകൽക്കാലം പിറുപിറുക്കരുത്, നിരാശപ്പെടലും. തക്ക സമയമാകുമ്പോൾ ആർക്കും തിരിച്ചറിയുവാൻ കഴിയാത്തതുപോലെ നിന്റെ കരങ്ങളെ ബലപ്പെടുത്തിയിരിക്കും. ഒറ്റ രാത്രി കൊണ്ട് ചെയ്യുന്ന ദൈവം ചിലപ്പോൾ 10 വർഷം എടുത്തെന്നിരിക്കും. ദൈവത്തിൻ്റെ സമയം ഏറ്റവും നല്ലതാണ്. മാറ്റേണ്ടതിനെ മാറ്റി, വരുത്തേണ്ടതിനെ വരുത്തി എൻ്റെ ദൈവം ചിലരുടെ ജീവിത അവസ്ഥകളെ മാറ്റും എന്ന് നിരാശപ്പെട്ടിരിക്കുന്ന ചിലരോട് ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ഓൾറൈറ്റ്, പെട്ടെന്ന് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. യാക്കോബിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു വെൽത്ത് ട്രാൻസ്ഫർ സംഭവിച്ചു, സമ്പത്തിന്റെ ഒരു ട്രാൻസ്ഫർ സംഭവിച്ചു. യാക്കോബിന്റെ ജീവിതത്തിൽ മാത്രമല്ല, കമ്മ്യൂണിറ്റിയായി ഒരു രാജ്യത്തെക്കുറിച്ച് ചിന്തിച്ചു. ഇസ്രായേൽ രാജ്യം ഒറ്റ രാത്രി കൊണ്ട്. യാക്കോബിനെ കുറിച്ച് ചിന്തിച്ചു. ചില വർഷങ്ങൾ കൊണ്ട് തൻ്റെ കരങ്ങളിലേക്ക് ദൈവം മൃഗസമ്പത്ത് ദൈവം ഏൽപ്പിക്കുവാനിടയായി തീർന്നു. അങ്ങനെ യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചു. കമ്മ്യൂണിറ്റിയായി ചിന്തിച്ചാൽ, കൂട്ടങ്ങളായി ചിന്തിച്ചാൽ എങ്ങനെയാണ് നടക്കുന്നത്? അപ്പോസ്തല പ്രവർത്തികൾ വായിക്കണ്ട. അപ്പോസ്തല പ്രവർത്തികൾ 4-ാം അധ്യായം 33, 34, 35 വാക്യങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. അവിടെ കാണുവാൻ സാധിക്കുന്നത്, അപ്പോസ്തലന്മാരുടെ കാൽക്കൽ അവർ പണം കൊണ്ടുവച്ചു. ആരാണ് കൊണ്ടുവച്ചത്? ജാതികളല്ല.
സഭയിലുള്ളവരാണ് കൊണ്ടുവച്ചത്. എങ്ങനെയാണ് പണം കൊണ്ടുവച്ചത്? അവർക്കുണ്ടായിരുന്ന വീടുകളും അവർക്കുണ്ടായിരുന്ന സകലതും വിറ്റ്, they sold it. അവർ വിറ്റിട്ട് ആ പണം മുഴുവൻ കൊണ്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു. ഇത് സഭയുടെ ഉപദേശമാണോ? അല്ല, സഭയുടെ ഉപദേശമല്ല. സഭയുടെ ഉപദേശമായിരുന്നെങ്കിൽ ഇന്നും ഇതിൻ്റെ അകത്ത് വരുന്ന സകലരും നിങ്ങളുടെ വീടും നിങ്ങളുടെ വസ്തുക്കളും വിറ്റിട്ട് മാത്രമേ സഭയിൽ മെമ്പർഷിപ്പ് തരികയുള്ളൂ എന്ന് പറഞ്ഞേനെ. സഭയിൽ മെമ്പർഷിപ്പ് വേണമെങ്കിൽ നിങ്ങളുടെ വസ്തുവകകൾ വിറ്റ് ഇവിടെ പണം കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ആദ്യ നൂറ്റാണ്ടിൽ അങ്ങനെയല്ലായിരുന്നു. ആദ്യ നൂറ്റാണ്ടിൽ സഭയുടെ അംഗമാകണമെങ്കിൽ സകലതും വിറ്റ് അതിൻ്റെ പണം കൊണ്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കുന്നവർ സഭയോട് ചേർന്നതായി അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കും. ഇന്ന് നേരെ തിരിച്ച്, ഇന്ന് പലരെക്കുറിച്ചുമുള്ള ആരോപണം പണം കൊടുത്ത് ഈ മാർഗത്തിൽ ചേർക്കുന്നെന്ന്. അന്ന് അങ്ങനെയല്ലായിരുന്നു. പണം കൊടുത്ത് ചേർക്കുകയല്ല. അങ്ങനെ ചേർക്കുന്നവരുണ്ടോ എനിക്കറിയത്തില്ല, നമ്മളത് ചെയ്യാറില്ല. എങ്കിലും പണം അവർക്കുള്ളത് സഭയിൽ കൊണ്ടു കൊടുത്തിട്ട് അവർ ചേർന്നുകൊണ്ടിരുന്നു. ഇവിടെയും സ്തോത്രകാഴ്ചകളും ദശാംശങ്ങളും ഇങ്ങോട്ടിടുകയല്ലാതെ അങ്ങോട്ട് ആരെയും കൊടുത്ത് നമ്മൾ ഈ മാർഗത്തിലേക്ക് ചേർക്കാറില്ല. അതുകൊണ്ട് ആ ഇടുന്നവരെ ദൈവം അനുഗ്രഹിക്കുന്നുമുണ്ട്. അതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എങ്കിലും അവർ ചെയ്തത് എന്താണ് ചെയ്തത്? ഉപദേശമല്ല, അവർ പ്രാവചനികമായിട്ട് അത് ചെയ്തത്. എത്ര പേർ അത് മനസ്സിലാക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. കാര്യം അവരറിയാതെ ഒരു കാര്യം ചെയ്തു. അവർ ചെയ്തത്, അവർ അറിഞ്ഞില്ലെങ്കിലും അവർ ചെയ്തത്, അവർ വസ്തുക്കൾ വിൽക്കുമ്പോൾ വാക്കും ഭാഷണവും കൂടാതെ അവർ പ്രാവചനികമായി ഒരു വാക്ക് വിളിച്ചു പറയുകയായിരുന്നു. അടുത്ത ചില വർഷങ്ങൾ കഴിയുമ്പോൾ കർത്താവിൻ്റെ അടക്ക പുനരുത്ഥാനത്തിന് ശേഷം കർത്താവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതിന് ശേഷം കർത്താവിൻ്റെ മടങ്ങിവരവിനായി കാത്തിരിക്കുന്നവർ ഒരു കാര്യം തീരുമാനിച്ചു: ഞങ്ങൾക്കുള്ള വസ്തുക്കൾ ഞങ്ങൾ വിൽക്കുകയാണ്, ഞങ്ങളുടെ വീടുകൾ, ഞങ്ങളുടെ സൈറ്റുകൾ ഞങ്ങൾ വിൽക്കുകയാണ്, ആ പണം സഭയിൽ കൊണ്ടേൽപ്പിക്കുകയാണ്. അവർ ചെയ്തപ്പോൾ അവരറിഞ്ഞില്ല. ചില വർഷങ്ങൾ കഴിയുമ്പോൾ AD 70 ടൈറ്റസ് എന്ന പേരുള്ള ഒരു ചക്രവർത്തി, റോമൻ ചക്രവർത്തി വരും. അന്ന് ടൈറ്റസ് എന്ന ചക്രവർത്തി വന്ന് സകല യെരുശലേം പട്ടണത്തെയും ഉന്മൂലനാശം ചെയ്യും. ആലയത്തിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ദേവാലയത്തെ വരെ നശിപ്പിച്ചു കളയും. അന്ന് ഇവിടെ സ്വരൂപിച്ചു വെച്ച യാതൊന്നിനും ഒരർത്ഥവുമില്ല എന്ന് മനസ്സിലാക്കാൻ ഉള്ള ഇൻഫർമേഷൻ അവർക്കില്ലെങ്കിലും പ്രാവചനികമായ ഒരു കാര്യം ചെയ്തു. അവർക്കുള്ളത് സകലതും അവരങ്ങ് വിറ്റു. അന്ന് വീട് സൂക്ഷിച്ചിരുന്നവരുണ്ടെങ്കിൽ ടൈറ്റസ് വന്ന്, ചക്രവർത്തി വന്ന്, റോമൻ പടയാളികൾ വന്ന് പട്ടണത്തെ നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് നിത്യതയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുവാനുള്ളതും നഷ്ടപ്പെട്ടു, അവർ ഈ ഭൂമിയിൽ വെച്ചതും നഷ്ടപ്പെട്ടു. എങ്കിലും ദൈവത്തിൻ്റെ ശബ്ദം ശ്രദ്ധിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗമനുസരിച്ച്, ഉപദേശമല്ല നിയോഗമനുസരിച്ച് അവർക്കുള്ളതെല്ലാം വിറ്റവർ ഒരു കാര്യം സാധിച്ചു. അവർക്ക് വിറ്റതിൻ്റെ പണം അവരുടെ കയ്യിൽ വന്നു. അത് ദൈവരാജ്യത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു. യെരുശലേം പട്ടണം നശിപ്പിക്കപ്പെട്ടപ്പോൾ അവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. അവരുടെ കയ്യിൽ സമ്പത്തുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്നും ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ചലിക്കുന്ന ചില ബിസിനസ്സുകാരുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറയട്ടെ, നമ്മൾ എത്രയോ ധന്യരായനെ. എന്നും ദൈവത്തിൻ്റെ ശബ്ദം സ്വപ്നങ്ങളിൽ കൂടെ, വെളിപ്പാടുകളിൽ കൂടെ കേട്ട് നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുവാൻ ചിലർ ദൈവത്തിൽ ആശ്രയിച്ചായിരുന്നെങ്കിൽ പറയട്ടെ, എന്നും ദൈവം നമ്മളെ നയിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. അങ്ങനെ അവർ ഉപദേശത്തിൻ്റെ ഫലമായിട്ടല്ല, പകരം നിയോഗത്തിൻ്റെ ഫലമായിട്ട് അവരുടെ സമ്പത്ത്, ഭൂമിയിലുള്ളത് അവർ ദൈവരാജ്യത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ പ്രാവചനികമായി അവർ ചെയ്തതിനാൽ ദൈവസഭ അനുഗ്രഹിക്കപ്പെട്ടു. ആ ചരിത്രം പഠിച്ചാൽ, പുതിയ നിയമത്തിൻ്റെ ചരിത്രം പഠിച്ചാൽ സഭയിൽ പീഡ ഉയർന്നത് അവിടുത്തെ മതപരമായ വിശ്വാസം നിമിത്തമല്ല. സഭയിൽ പീഡ ഉയർന്നത് കൾച്ചർ, സംസ്കാരം മാറി തുടങ്ങി. ആൾക്കാരുടെ സംസ്കാരം മാറി. കാര്യം, സംസ്കാരത്തെ സ്വാധീനിക്കത്തക്കതുപോലെ ആൾക്കാരുടെ കയ്യിലുണ്ടായിരുന്ന റിയൽ എസ്റ്റേറ്റിന്റെ വാല്യൂ വർദ്ധിച്ചു. യെരുശലേമിലുണ്ടായിരുന്ന വസ്തുക്കളുടെ വാല്യൂ വർദ്ധിച്ചു. അതവർ വിറ്റ് സഭയിൽ കൊണ്ടുകൊടുത്തു. സഭയുടെ സ്വാധീനം വർദ്ധിച്ചു. ആ പട്ടണത്തിലെ, യെരുശലേം പട്ടണത്തിലെ സംസ്കാരത്തെ മറിച്ചു കളയുവാൻ ഇതാ ആ ദേശത്ത് ഒരു വലിയ ചലനമുണ്ടായി. എന്നും ദൈവം ആഗ്രഹിക്കുന്നത്, സമ്പത്ത് നൽകുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെ അനുഗ്രഹിക്കാൻ തന്നെയാണ്. എങ്കിലും അനുഗ്രഹത്തിൽ നമ്മൾ സ്വാർത്ഥ ഇച്ഛയുള്ളവരായി തീരുവാനല്ല, പകരം ദൈവരാജ്യത്തിൻ്റെ വർദ്ധനവിനായി സഭയുടെ ഭണ്ഡാരത്തിലേക്കും ദൈവപ്രവൃത്തികൾക്കായും ചിലർ കരം നീട്ടിയാൽ നിത്യതയിൽ നിങ്ങളുടെ നിക്ഷേപം വലുതായിരിക്കും. മാത്രമല്ല, ഈ ഭൂമിയിലും നഷ്ടപ്പെടുവാൻ ഒന്നും കാണുകയില്ല. അത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ഞാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് ഈ മെസ്സേജ് കഴിയുമ്പോൾ ചിലർ പ്രാർത്ഥിക്കണം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എങ്ങനെ തീരുമാനങ്ങൾ എടുക്കണം എന്ന് തിരിച്ചറിയുവാൻ എൻ്റെ ആത്മകണ്ണുകളെ ഒന്ന് തുറക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ കറക്റ്റായിട്ടുള്ള തീരുമാനം, ഏത് സമയത്ത് ഏത് ജോലിക്ക് പോകണം, ഏത് സമയത്ത് ആ ജോലി റിസൈൻ ചെയ്യണം, ഏത് സമയത്ത് ഏത് രാജ്യത്തേക്ക്, ഏത് ദേശത്തേക്ക്, ഏത് പട്ടണത്തിലേക്ക് മാറണം, ഏത് സമയത്ത് എങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യണം, ഏത് സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എടുത്ത് മാറ്റണം എന്ന് ഇന്നും സംസാരിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. എങ്കിലും ദൈവത്തിൻ്റെ നടത്തിപ്പുകളും ആലോചനകളും
ആളുകളും തിരിച്ചറിയാത്തവരുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഇന്ന് ചിലർ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിനായി അവരെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ചിലരുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ, തെരഞ്ഞെടുപ്പുകൾ എടുക്കുവാൻ ദൈവം ചിലരുടെ കരങ്ങളെ ബലപ്പെടുത്തിയിരിക്കും. ഓൾറൈറ്റ്, ഞാൻ കുറച്ചും കൂടെ മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. എന്താണ് കർത്താവ് അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നത്? ഒന്ന്, പ്രൈമറിലി നമ്മൾ കർത്താവിൽ സംതൃപ്തിയുള്ളവരായി, അത് ദാരിദ്ര്യമാണെങ്കിലും നമ്മൾ സംതൃപ്തിയുള്ളവരാണ് എങ്കിലും നമ്മളുടെ ജീവിതത്തിൽ തൃപ്തിയുള്ളവരായി, അല്ല കവിഞ്ഞൊഴുകുന്ന അനുഭവമുള്ളവരായി മാറണം എന്ന ദൈവത്തിൻ്റെ ഹിതമാണ്. Can I repeat that? നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം, ഇഷ്ടം സമൃദ്ധിയായ ജീവൻ എന്നാണ്. ചിലപ്പോൾ തെറ്റായ ഉടമ്പടികളിൽ കൂടെ, തെറ്റായ സോഴ്സസ്, കുറച്ചും കൂടെ കഴിയുമ്പോൾ അങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുക, സോഴ്സസിൽ കൂടെ നമ്മുടെ കയ്യിൽ വന്ന ദൈവഹിതമല്ലാത്ത പണം ചിലപ്പോൾ ദൈവം എടുത്ത് മാറ്റിന്നിരിക്കും. സീസണിൽ ചിലപ്പോൾ ഒരു പ്രയാസത്തിൻ്റെയും ഞെരുക്കത്തിൻ്റെയും ഘട്ടത്തിൽ കൂടെ പോയെന്നിരിക്കും. എങ്കിലും ദൈവം എടുത്തു മാറ്റേണ്ടത് എടുത്തു മാറ്റിക്കഴിയുമ്പോൾ തരേണ്ടത് തരുവാൻ ദൈവത്തിൻ്റെ ഹിതം നമ്മളെക്കുറിച്ചുള്ളത് ഒരു ശുഭഹിതമാണ്, ശുഭമായ ഒരു പദ്ധതിയാണ് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവത്തിനുള്ളത്. കുറച്ചും കൂടെ കഴിയുമ്പോൾ അങ്ങോട്ട് വരും. ചില തെറ്റായ ഉടമ്പടികൾ നിമിത്തം പാരമ്പര്യമായിട്ടോ നമ്മുടെ കരങ്ങളിൽ വന്ന ചില സമ്പത്തോ ചിലതൊക്കെ ദൈവം ചിലപ്പോൾ ശുദ്ധീകരണത്തിന്റെ ഭാഗമായി മാറ്റിയെന്നിരിക്കും. അന്ന് പിറുവിറുക്കുവാനല്ല കർത്താവേ, അതിനും സ്തോത്രം എന്ന് പറഞ്ഞാൽ മാറ്റേണ്ടതിനെ മാറ്റിയിട്ട് ദൈവം തരേണ്ടത് തരുവാൻ എന്നും ദൈവത്തിന്റെ കരങ്ങൾ നമ്മൾക്ക് അനുകൂലമായിട്ടുണ്ട്. എങ്കിലും ലാക്ക്, നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ വരുമ്പോൾ, ദാരിദ്ര്യം വരുമ്പോൾ, ഇറ്റ്സ് വെരി ഒപ്രസീവ്, നമ്മളെ അത് പീഡിപ്പിക്കുന്നതാണ്. തൃപ്തി മുതൽ നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളുടെ വികാരങ്ങളെ ബാധിക്കും, ബന്ധങ്ങളെ ബാധിക്കും. പിശാചിൻ്റെ ഒരു വലിയ ആയുധമാണ് ദാരിദ്ര്യത്തിൽ കൂടെ ജനത്തെ കടത്തുക. ഇത് പറയുമ്പോൾ പിശാചിന് ഇഷ്ടപ്പെടത്തില്ല, പിശാചിൻ്റെ ശിഷ്യന്മാർക്കും ഇഷ്ടപ്പെടത്തില്ല. എങ്കിലും ഒരു സത്യം ഞാൻ പറയട്ടെ, ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്, ദാരിദ്ര്യത്തിലേക്ക് അയക്കുന്ന ദൈവമല്ല. ചിലപ്പോൾ ഒരു ഘട്ടം ദൈവം ഞെരുക്കത്തിൽ കൂടെ കടത്തി വിട്ടെന്നിരിക്കും നമ്മളെ ശുദ്ധീകരിക്കുവാൻ. അത് കഴിയുമ്പോൾ ദൈവം അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. എൻ്റെ അനുഭവത്തിലും സഭയുടെ അനുഭവത്തിലും ചരിത്രത്തിലും ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിലും പറയട്ടെ, ഏത് അവസ്ഥയിലും നല്ല മനോഭാവത്തോടെ ദൈവത്തെ സേവിക്കുന്നവരുണ്ടോ, എൻ്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഈ ഭൂമിയിൽ തന്നെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. മാത്രമല്ല, വാസ്തവത്തിൽ സത്യമായ നിത്യതയിലുള്ള നിക്ഷേപങ്ങളും ദൈവം തരും. അത് ദൈവത്തിന്റെ വിശ്വസ്തതയാണ്, ദൈവത്തിന്റെ നീതിയാണ്. ചില ആഴ്ചകൾക്ക് മുൻപേ കർത്താവിൻ്റെ തിരുമേശയിൽ നിന്ന് ശുശ്രൂഷിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവിൻ്റെ പദ്ധതി എന്താണ്? സമൃദ്ധിയായ ജീവൻ. യേശു കർത്താവ് പറഞ്ഞു, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ സമൃദ്ധിയായ ജീവൻ അനുഭവിക്കും എന്ന് പകൽക്കാലം യോഹന്നാന്റെ സുവിശേഷത്തിലെ ആ വാക്യത്തിൽ നന്ദി ഞാൻ പറഞ്ഞു. ഈ കർത്താവിൻ്റെ തിരുമേശയിലേക്ക് കരം നീട്ടുമ്പോൾ നമ്മൾ സമൃദ്ധിയായ ജീവന്റെ ഒരു ശുശ്രൂഷയാണ് തുടങ്ങുന്നത്. അത് കാഴ്ചപ്പാടോടുകൂടെ ചെയ്താൽ സമൃദ്ധിയായ ജീവൻ നമ്മൾക്ക് വന്നിരിക്കും. ഇന്ന് കർത്താവിൻ്റെ തിരുമേശയല്ല, ഇന്ന് ഈ വചനത്തിൽ കൂടെ ഞാൻ പറയട്ടെ, ചിലർക്ക് സമൃദ്ധിയായ ജീവനിലേക്ക് എൻ്റെ ദൈവം നടത്തുവാൻ ആഗ്രഹിക്കുകയാണ്. സ്പിരിറ്റ് ഓഫ് പോവർട്ടി, ദാരിദ്ര്യത്തിന്റെ ആത്മാവൊന്നുണ്ട്. The mentality of poverty mentality, ദാരിദ്ര്യത്തിന്റെ മനോഭാവവുമുണ്ട്. ദാരിദ്ര്യത്തിന്റെ മനോഭാവമുള്ളവരുടെ ജീവിതത്തിലേക്ക് ദാരിദ്ര്യത്തിന്റെ ആത്മാവ് കടന്നു പിടിക്കുമെന്ന് മറക്കല്ല്. പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാർ പറയുന്നത് ശ്രദ്ധിക്കണം, പിശാചിന് ഇടം കൊടുക്കരുത്. പിശാചിന് ഇടം കൊടുത്താൽ അവൻ വന്നിരിക്കും. എൻ്റെ വികാരങ്ങളിൽ ഞാൻ പിശാചിന് ഇടം കൊടുത്താൽ അവൻ വന്നിരിക്കും. എത്ര ഭത്സിച്ചാലും അവൻ പോകത്തില്ല. ഇടം കൊടുക്കാതിരുന്നാൽ മതി, അവൻ പിന്നെ വരികയില്ല. എനിക്കൊരു കോപം എന്നൊരു സ്വഭാവമുണ്ട്, ആ ഇടം കൊടുത്താൽ പിശാച് വന്നിരിക്കും. ദാരിദ്ര്യ മനോഭാവം എന്നൊരു മനോഭാവം എൻ്റെ അകത്തുണ്ട്. ഏത് ദാരിദ്ര്യത്തിൽ കൂടെ പോയാലും ഞാൻ കർത്താവിനെ സ്തോത്രത്തോടെ, സന്തോഷത്തോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കും, ആരാധിക്കും എന്നുള്ള മനോഭാവമുണ്ടോ, അത് ദാരിദ്ര്യത്തിൻ്റെ മനോഭാവമല്ല. കഷ്ടതയിൽ കൂടെ പോയാലും കർത്താവിനെ സ്തുതിക്കുന്ന മനോഭാവമാണ്. ചിലർക്ക് കഷ്ടതയാണെങ്കിലും സമ്പത്താണെങ്കിലും നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ഏതവസ്ഥയിൽ ബാങ്കിൽ എത്ര രൂപ ഡെപ്പോസിറ്റായി കിടന്നാലും FD എത്ര ഉണ്ടെങ്കിലും അവർക്ക് ദാരിദ്ര്യത്തിൻ്റെ മനോഭാവമാണ്. ഞാൻ ദാരിദ്ര്യത്തെക്കുറിച്ചോ സമ്പത്തിനെക്കുറിച്ചോ അല്ല സംസാരിക്കുന്നത്, ദാരിദ്ര്യത്തിൻ്റെ മനോഭാവത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞപ്പോൾ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ഭയം. നാളെ എന്തായിത്തീരും? 1 കോടി രൂപ ബാങ്കിലുണ്ടെങ്കിലും നാളെ എന്തായിത്തീരും എന്നുള്ളൊരു ഭയം നിങ്ങളെ ബാധിക്കുന്നെങ്കിൽ നിങ്ങളുടെ മേൽ ദാരിദ്ര്യത്തിൻ്റെ ഒരു ആത്മാവുണ്ട്. ഒരു പക്ഷേ നാളെ എൻ്റെ കയ്യിൽ എത്ര സമ്പത്തുണ്ടെങ്കിലും അല്പം കൂടെ വേണം എന്നുള്ള ഗ്രീഡ് എൻ്റെ അകത്തുണ്ടെങ്കിൽ, ആ ദാരിദ്ര്യത്തിൻ്റെ മനോഭാവം എൻ്റെ അകത്തുണ്ടെങ്കിൽ പറയട്ടെ, ചിലരുടെ മേൽ ദാരിദ്ര്യത്തിൻ്റെ ആത്മാവ് വരും. ദാരിദ്ര്യത്തിൻ്റെ മനോഭാവമുണ്ടോ, ദാരിദ്ര്യത്തിൻ്റെ ആത്മാവിന് വഴി തുറക്കുകയാണ്. ഇന്ന് പകൽക്കാലം ദാരിദ്ര്യത്തിൻ്റെ മനോഭാവത്തെ ചിലർ ആട്ടി പുറത്താക്കട്ടെ. എങ്കിൽ പിശാചിന് ഇടം കൊടുത്തില്ലെങ്കിൽ ദാരിദ്ര്യത്തിൻ്റെ ആത്മാവ് ഭവനത്തെ വിട്ടോടിപ്പോകും. ഒരുപക്ഷെ ചില നാളുകൾ കൂടെ നമ്മൾ ഞെരുക്കത്തിൽ കൂടെ പോയെന്നിരിക്കും. എങ്കിലും ഞെരുക്കത്തിൽ കൂടെ പോയാലും ദാരിദ്ര്യത്തിൻ്റെ ആത്മാവിന് നമ്മളുടെ മേൽ അവകാശമില്ലാത്തതിനാൽ നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും പകർച്ചകൾ ദൈവം പകരുമ്പോൾ നമ്മളുടെ ജീവിതം അതിനായി തുറന്നിരിക്കും. അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവിനെ സ്തുതിച്ചാലും. ഓൾ റൈറ്റ്, എങ്ങനെയാണ് ഈ അനുഗ്രഹത്തിലേക്ക് കടക്കുവാൻ സാധിക്കുന്നത്?
എങ്ങനെയാണ് അനുഗ്രഹത്തിലേക്ക് കടക്കുവാൻ സാധിക്കുന്നത്? എൻ്റെ മുൻപിൽ സമയം വളരെ വേഗത്തിൽ പോകുന്നത് കൊണ്ട് ഞാൻ പറയുവാൻ ആഗ്രഹിച്ചതിൻ്റെ പകുതി പോലും ആയിട്ടുമില്ല. അതുകൊണ്ട് പെട്ടെന്ന് മുൻപോട്ട് പോകട്ടെ. വൈ ഡസ് ഫിനാൻഷ്യൽ കർസ്, സാമ്പത്തിക ദാരിദ്ര്യം വരുവാൻ കാരണമെന്ത്? വായിക്കാം. മലാഖി പ്രവചനം എല്ലാവർക്കും പരിചയമുള്ള വാക്യമാണ്. മലാഖി പ്രവചനം 3-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെ ദാരിദ്ര്യത്തിൻ്റെ ശാപത്തിൽ നിന്നും പുറത്തു വരണം, എങ്ങനെ നന്മയിലേക്കും സമ്പത്തിലേക്കും വരണം എന്ന 3 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അതിൻ്റെ ഉദ്ദേശം എന്ത്, എങ്ങനെ ജാതികൾക്ക് നമ്മളൊരു അനുഗ്രഹമായി തീരും എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക. മലാഖി പ്രവചനം 3-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ ഈ ജാതി മുഴുവനും തന്നെ എന്നെ തോൽപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു. എന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ? എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പിൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ വെട്ടുക്കിളിയെ ശാസിക്കും, അത് നിങ്ങളുടെ നിലത്തിലെ അനുഭവം നശിപ്പിച്ചു കളയുകയില്ല. പറമ്പിലെ മുന്തിരിവള്ളിയുടെ ഫലം മൂക്കാതെ കൊഴിഞ്ഞു പോകുകയുമില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങൾ മനോഹരമായൊരു ദേശമായിരിക്കുകയാൽ സകല ജാതികളും നിങ്ങളെ ഭാഗ്യവാന്മാർ എന്ന് പറയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അടുത്ത ചില നിമിഷങ്ങൾക്കകം നമ്മൾ ഒരു ശുശ്രൂഷയിലേക്ക് കടക്കുവാൻ പോകുകയാണ്. എല്ലാവരും തയ്യാറായിക്കോണം. ഒന്ന് ആത്മാവിൽ ആരാധിച്ച് ചില ബന്ധനങ്ങളെ പൊട്ടിക്കുവാൻ. എങ്കിലും അതിൻ്റെ മുൻപേ ഇതിൻ്റെ അകത്തുനിന്ന് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിലേ ശുശ്രൂഷ പ്രയോജനപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഒന്ന്, ഇവിടെ പറയുന്നത് നിങ്ങൾ ദശാംശം കൊടുക്കാത്തതും കൊണ്ട് നിങ്ങൾ ശിക്ഷിക്കപ്പെടുമെന്നല്ല. ലിസൺ, യു ആർ നോട്ട് പണിഷ്ഡ്. നിങ്ങൾക്ക് ശിക്ഷയുണ്ടെന്നല്ല. പകരം ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നിങ്ങൾ ദശാംശം കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ ശപിക്കപ്പെട്ടവരായിരിക്കും. ഓ മൈ ഗുഡ്നസ്. ശാപവും ശിക്ഷയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ശിക്ഷ, കൽപ്പനാ ലംഘനത്തിന് ശിക്ഷകളുണ്ടാകും. എങ്കിലും കൽപ്പനാ ലംഘനത്തിന് ശിക്ഷയുണ്ടെങ്കിൽ മറ്റ് ചില വിഷയങ്ങൾക്കാണ് ശാപം വരുന്നത്. ഒന്ന്, ഉടമ്പടി ലംഘനം. ഉടമ്പടി ലംഘിച്ചാൽ ശാപം വന്നിരിക്കും. അങ്ങോട്ട് കടക്കുവാൻ ഇന്ന് സമയമില്ല, വരുന്നൊരു ദിവസം അതെടുക്കാം. എവിടെയെങ്കിലും ഒരു ഉടമ്പടി, ദൈവത്തോടുള്ള ഉടമ്പടി. ഇന്ന് ഉടമ്പടികളും വളരെ പ്രാധാന്യമുള്ളതാ. കാര്യം, ദൈവത്തിൻ്റെ ഉടമ്പടികൾ ചെയ്യുവാനാണ് ഞാൻ നിങ്ങൾക്ക് സമ്പത്തുണ്ടാക്കുവാൻ ബലം തരുന്നത്. അബ്രഹാമിനോട് ഉടമ്പടിയാണ്, ഞാൻ നിന്റെ സന്തതിയെ അനുഗ്രഹിച്ചിരിക്കും. ഇങ്ങനെ ഉടമ്പടികളെ കുറിച്ച് ഓർപ്പിച്ചു വരുമ്പോൾ പറയട്ടെ, ഉടമ്പടികൾ ലംഘിച്ചാൽ അത് ശിക്ഷയ്ക്കല്ല കാരണമായി തീരുന്നത്, അത് ശാപത്തിനാ കാരണമായി തീരുന്നത്. വിവാഹത്തിൻ്റെ ഉടമ്പടിയായിരിക്കും, ദൈവത്തോടുള്ള ഉടമ്പടിയായിരിക്കും. എവിടെയെങ്കിലും ഉടമ്പടിയുടെ ലംഘനം നടന്നാൽ ശിക്ഷയല്ല, ശാപമാണ്. കൽപ്പന ലംഘനം നടന്നാൽ ശിക്ഷ ലഭിക്കും, ഉടമ്പടി ലംഘിച്ചാൽ ശാപം ലഭിക്കും. ശിക്ഷയ്ക്ക് ഒരു കാലാവധിയേ ഉള്ളൂ. 6 മാസം കഴിയുമ്പോൾ നിന്നെ ജയിലിൽ നിന്ന് പറഞ്ഞു വിടും. 2500 രൂപ ഫൈൻ കൊടുത്തു കഴിയുമ്പോൾ ശിക്ഷ കഴിഞ്ഞ് പോകാം. ശാപവും ശിക്ഷയും തമ്മിലുള്ള വ്യത്യാസം, ശിക്ഷ കാലാവധി കഴിയുമ്പോൾ മാറിപ്പോകും, ശിക്ഷ ഫൈൻ കെട്ടിക്കഴിയുമ്പോൾ മാറിപ്പോകും. എങ്കിലും ശാപം അങ്ങനെയല്ല. അതൊരുവൻ്റെ മേൽ വരും, അതൊരുവനെ പിന്തുടരും, അവനെ ജയിക്കും. അവൻ മരിക്കുന്നിടം വരെ, അവനെ നശിപ്പിക്കുന്നിടം വരെ, അവനെ മുടിച്ചു കളയുന്നിടം വരെ ശാപം അവിടെ നിൽക്കും. തലമുറയായി അത് മുൻപോട്ട് നീങ്ങിക്കൊണ്ടുമിരിക്കും. ഒരു ശിക്ഷയുണ്ടെങ്കിൽ അത് ഒരു ജീവിതകാലം കൊണ്ട് കഴിഞ്ഞിരിക്കും, തലമുറയിലേക്ക് വ്യാപരിക്കുകയില്ല. ശാപം അവിടെ കൊണ്ട് നിൽക്കുകയില്ല, ശാപം തലമുറയായി വ്യാപരിക്കും. ഇവിടെ പറയുന്നത് ദശാംശം കൊടുത്തില്ലെങ്കിൽ നിനക്ക് ശിക്ഷയുണ്ടെന്നല്ല, ദശാംശം കൊടുത്തില്ലെങ്കിൽ ശാപമായി തീരും. ഞാൻ ശാപത്തെക്കുറിച്ച് പ്രസംഗിക്കാനല്ല വരുന്നത്. നിങ്ങൾ ദശാംശം കൊടുക്കാത്തതിനാൽ നിങ്ങൾ ആസ് എ കമ്മ്യൂണിറ്റി നിങ്ങൾ ശപിക്കപ്പെട്ടവരായിരിക്കും. അതുകൊണ്ട് ദൈവം പറയുക, ബ്രിങ് ഓൾ ദ ടൈറ്റ്സ് ഇൻടു ദ സ്റ്റോർ ഹൗസ്. ഭണ്ഡാരത്തിലേക്ക് നിങ്ങളുടെ ദശാംശത്തെ കൊണ്ടുപോവാ. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇതിനേക്കാൾ ലളിതമായി എങ്ങനെയാ പറയുന്നത്? അതെ, ദൈവത്തിന് നൽകണം, ദരിദ്രർക്ക് നൽകണം, പാവങ്ങൾക്ക് കൊടുക്കണം, ചാരിറ്റിക്ക് നൽകണം, നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രിക്ക് കൊടുക്കണം, ടെലിവിഷൻ മിനിസ്ട്രിക്ക് നൽകണം. ഗിവ് ഗിവ് ഗിവ്. എങ്കിലും ഇവിടെ പറയട്ടെ, നിങ്ങളുടെ ദശാംശങ്ങൾ മറ്റൊന്നിനും ചെലവാക്കാതെ ആലയത്തിൽ ഭണ്ഡാരത്തിലേക്ക് അത് വന്നേ മതിയാകൂ. ഭണ്ഡാരത്തിൽ വരാതെ ടെലിവിഷൻ മിനിസ്ട്രിക്കോ ദശാംശം ഭണ്ഡാരത്തിൽ വന്നതിന് ശേഷം ദയവായിട്ട് ടെലിവിഷൻ മിനിസ്ട്രിക്ക് കൊടുക്കുക. ദശാംശം ആലയത്തിൽ വന്നതിന് ശേഷം നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രിക്ക് കൊടുക്കുക. ദശാംശം ആലയത്തിൽ വന്നതിന് ശേഷം നിങ്ങൾ സുവിശേഷ വേലയ്ക്കും എവ്രിവെയർ മറ്റുള്ളവർക്ക് കൊടുക്കുക. നിങ്ങളെ നട്ടിരിക്കുന്ന ആത്മീയ ആഹാരം ലഭിക്കുന്ന നിങ്ങളുടെ സഭയിൽ, നിങ്ങളെ ആക്കിയിരിക്കുന്ന നിങ്ങളുടെ സഭയിൽ ഭണ്ഡാരത്തിൽ ദശാംശം വരാതെ മറ്റെവിടെയെങ്കിലും ദശാംശം പോയാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ ശപിക്കപ്പെട്ടവരായിരിക്കും.
ഭണ്ഡാരത്തിലേക്ക് ദശാംശം വരണം. ദശാംശം എന്നാൽ എന്ത്? ലഭിക്കുന്ന നന്മയുടെ 1/10 ദശാംശം എന്ന് വിളിക്കുന്നത്. ചിലർ ദശാംശമല്ല, അവരുടെ ഓഹരിയ കൊടുക്കുന്നത്. ഡു ഇറ്റ്. എങ്കിലും ദശാംശം ഭണ്ഡാരത്തിൽ വരണം. ഓഹരി എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങൾ വീട്ടിൽ 4 പേരാണ്, ഞങ്ങൾ 5 ആയിട്ട് എനിക്ക് കിട്ടുന്നതിനെ പൗത്തെടുത്ത് 20% ഞങ്ങൾ കർത്താവിന് കൊടുക്കും. 10 ദശാംശം, ഞങ്ങൾ 20 കൊടുക്കും. ഗുഡ്. 10% ആലയത്തിൽ വരട്ടെ, ബാക്കി 10 പലതിനുമായി കൊടുക്കട്ടെ. ചാരിറ്റിക്ക് കൊടുക്കട്ടെ, ദരിദ്രന്മാർക്ക് കൊടുക്കട്ടെ, പലതിനും കൊടുക്കട്ടെ. ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ് കൊടുത്തിരിക്കണം. 10 അല്ല, 20 അല്ല, 50 അല്ല, 90% കൊടുത്താലും 10% എനിക്ക് ലഭിക്കുന്നതും കൊണ്ട് എൻ്റെ കാര്യങ്ങൾ സമൃദ്ധിയായി പോകും എന്നുള്ള അളവിൽ ദൈവം ചിലരെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മളുടെ ചിന്ത, എനിക്ക് ആകെപ്പാടെ ഇത്ര കിട്ടുന്നുള്ളൂ, ഇതിൽ 10% പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തോ എടുക്കുമെന്ന്. നോ, ചില മനോഭാവങ്ങളെ മാറ്റട്ടെ. നിനക്ക് ലഭിക്കുന്നതിൻ്റെ 10% കൊണ്ട് നിന്റെ ജീവിതത്തിൽ ഏറ്റവും ഉത്തമമായി നിന്നെ വഴി നടത്തുവാൻ, ബാക്കി 90% ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ ചില വരുമാന മാർഗങ്ങളെ ദൈവം വർദ്ധിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എനിക്കറിയാം ചിലർ 30% കൊടുക്കുന്നവരുണ്ട്, 40% കൊടുക്കുന്നവരുണ്ട്, 50% കൊടുക്കുന്നവരുണ്ട്. കാര്യം 50% തന്നെ എടുത്തിട്ട് അവരുടെ ചെലവുകൾ കഴിഞ്ഞ് അവരുടെ ഡെപ്പോസിറ്റിന് വേണ്ടി, അവർ സേവിങ്സിന് വേണ്ടി മാറ്റുന്നതും കഴിഞ്ഞ്, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റും കഴിഞ്ഞിട്ട് ബാക്കി 50% ദൈവത്തിൻ്റെ ആലയത്തിൽ കൊടുക്കുന്നവർ എന്നെ ശ്രദ്ധിക്കുന്നവരുടെ ഇടയിലുണ്ട്. ഞാൻ പറയട്ടെ, ചേട്ടാ, വിശ്വാസത്തിൻ്റെ അളവുകൾ മാറട്ടെ, ദാരിദ്ര്യത്തിൻ്റെ മനോഭാവങ്ങൾ വിട്ടുമാറട്ടെ. ചില ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ലഭിക്കുന്നത് ആലയത്തിൻ്റെ ഭണ്ഡാരത്തിൽ ദശാംശം വന്നിരിക്കണം. എന്തുകൊണ്ടാണ്? വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഹാരമുണ്ടായിരിക്കും, ആത്മീയ ആഹാരമുണ്ടായിരിക്കും. ആത്മീയ ആഹാരം എന്തിനാണ്? ആത്മീയ മനുഷ്യൻ പുഷ്ടി പ്രാപിക്കുവാൻ. ദശാംശം കൊടുക്കാത്തവരുണ്ടോ? നിങ്ങൾ സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ അറിവ് വർദ്ധിച്ചിരിക്കും. നോ ഡൗട്ട്, നിങ്ങളുടെ ഇൻഫർമേഷൻ വർദ്ധിച്ചിരിക്കും. നിങ്ങൾ അധികം കാര്യങ്ങളെക്കുറിച്ച് അറിയും. അതിനെക്കുറിച്ച് അറിയുവാൻ ഇങ്ങോട്ട് വരണ്ട. നിങ്ങൾ MTHO BTHO എല്ലാം പഠിച്ചാൽ മതി, ഏതെങ്കിലും തിയോളജി കോഴ്സോ പുസ്തകങ്ങളോ വായിച്ചാൽ മതി. അറിവ് വർദ്ധിച്ചിരിക്കും. ഇവിടെ വരുന്നത് അറിവ് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി മാത്രമല്ല, ഇവിടെ വരുന്നത് ആത്മീയ മനുഷ്യന് ഒരു പോഷണമുണ്ടാകുവാനോ, ആത്മീയ മനുഷ്യൻ ശക്തിപ്പെടുവാനാണ്. എത്ര പേർ അത് വിശ്വസിക്കുന്നു? ദശാംശം കൊടുക്കാത്തവരുണ്ടോ? നീ കേൾക്കുമ്പോൾ നിന്റെ ഇൻഫർമേഷൻ വർദ്ധിച്ചിരിക്കും, നിന്റെ ആത്മീയ മനുഷ്യൻ ശോഷിച്ചിരിക്കും. ഇന്ന് നീ അറിയത്തില്ല, എന്നാ അറിയുന്നറിയാമോ? ഒരു ദിവസം കാഹളം ധ്വനിക്കുമ്പോൾ, കൊരിന്ത്യർക്കെതിരെ ലേഖനത്തിൽ പറയുന്നു, മരിച്ച ശരീരങ്ങൾ, ബലഹീനതയിൽ വിതയ്ക്കപ്പെട്ട ശരീരങ്ങൾ ആത്മീയ ശരീരങ്ങളായി ഉയർത്തെഴുന്നേൽക്കും. ദൈവത്തിന്റെ വചനം പറയുന്നു, ആത്മീയ ശരീരങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ചിലത് മൃഗത്തിൻ്റെയും പക്ഷികളുടെയും മാംസത്തിന് വ്യത്യാസമുള്ളതുപോലെ, വ്യത്യസ്ത മൃഗങ്ങളുടെയും മത്സ്യങ്ങളുടെയും മാംസങ്ങൾക്ക് വ്യത്യാസമുള്ളതുപോലെ ആത്മീയ ശരീരങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ആത്മീയ ആഹാരം കഴിക്കുന്ന ചിലരുടെ ആത്മീയ മനുഷ്യൻ പുഷ്ടിച്ചിരിക്കും. ആത്മീയ ആഹാരം കഴിക്കുന്നവരുടെ ആത്മ മനുഷ്യന്റെ കപ്പാസിറ്റി വർദ്ധിച്ചിരിക്കും. എങ്കിലും പ്രസംഗം കേട്ട് അറിവ് വർദ്ധിപ്പിച്ചു പോകുന്നവന്റെ ഇൻഫർമേഷൻ വർദ്ധിച്ചിരിക്കും. ആത്മാവ് എന്താ പറയുന്നത്? ഈനാം ബീച്ച് പോലിരിക്കും. പുനരുത്ഥാനത്തിന്റെ ദിവസം നീ തിരിച്ചറിയും. അന്ന് മനസ്സിലാക്കും, എടാ, എൻ്റെ കർത്താവെ, ദശാംശം കൊടുത്തായിരുന്നെങ്കിൽ എനിക്ക് ആത്മീയ ആഹാരം ലഭിച്ചേനും. അടുത്തിരുന്നവനും ഞാനും ഒരേ മെസ്സേജാണ് കേട്ടത്. അവനത് ആത്മീയ ആഹാരമായി മാറി, എനിക്ക് അത് വെറും കച്ചിത്തുറുവായി മാറി. അവൻ നല്ല പുഷ്ടിയുള്ള, വിറ്റാമിനും നല്ല നല്ല എല്ലാ ന്യൂട്രീഷനുമുള്ള ആത്മീയ ആഹാരം അവൻ കഴിച്ച് അവൻ്റെ ആത്മ മനുഷ്യൻ തൃപ്തിയോടെ പുഷ്ടിയോടെ വളർന്നു വന്നപ്പോൾ, പുനരുത്ഥാനത്തിന്റെ ദിവസം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ശരീരം ആകപ്പാടെ മെലിഞ്ഞ് വല്ലാതിരിക്കുക. കാര്യം എന്താ? നീ ദശാംശം കൊടുത്തവന് ആത്മീയ ആഹാരം ആലയത്തിൽ നിന്ന് ലഭിച്ചിരിക്കും. നിന്റെ ആത്മ മനുഷ്യൻ പുഷ്ടിപ്പെട്ടിരിക്കും. ആത്മീയ ആഹാരം കഴിക്കാത്തവനുണ്ടോ? നിന്റെ ഇൻഫർമേഷൻ വർദ്ധിച്ചിരിക്കും, നിന്റെ ആത്മ മനുഷ്യൻ ശോഷിച്ചിരിക്കും. ദശാംശം കൊടുക്കാത്തവനുണ്ടോ? നീ ശപിക്കപ്പെട്ടവൻ, നിനക്ക് ആത്മീയ ആഹാരം ലഭിക്കുകയില്ല, നിന്റെ ആത്മ മനുഷ്യൻ ശോഷിച്ചിരിക്കും. ദശാംശം കൊടുത്തതിന് ശേഷം ദൈവവേലയ്ക്കായി ധാരാളം കൊടുക്കണം. അത് ദൈവത്തിന് ചാരിറ്റിക്കായി ധാരാളം കൊടുക്കണം. ഇന്ന് അതിനെക്കുറിച്ച് പറയുവാൻ സമയമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൊർന്നല്യോസ് കൊടുത്തു. ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായി അവന്റെ ഭവനത്തെ ദൈവം സ്വർഗത്തിന്റെ പോർട്ടലായി മാറ്റുവാനിടയായി തീർന്നു. കാര്യം എന്ത്? ദരിദ്രന്മാർക്ക് കൊടുക്കുന്നതിന് വലിയ സ്ഥാനമുണ്ട് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അതിന്റെ സ്ഥാനമുള്ളതും കൊണ്ട് ദശാംശത്തിന്റെ സ്ഥാനത്തെ ആർക്കും മാറ്റുവാനും സാധ്യമല്ല. നിനക്ക് എവിടെ ആത്മീയ ആഹാരം ലഭിക്കുന്നു, എവിടെ നിന്ന് ആത്മീയ ആഹാരം ലഭിക്കുന്നു എന്ന് ദൈവം നിന്നെ എവിടെ നട്ടിരിക്കുന്നു, യുവർ സോഴ്സ് ഓഫ് സ്പിരിച്വൽ ഫുഡ്, അവിടെ നിന്റെ ദശാംശം എത്തിയിരിക്കണം. ദശാംശം കൊടുക്കുന്നത് ഇവിടുത്തെ ലൈറ്റ് കത്തിക്കാനും, ഇവിടുത്തെ ഫാൻ കറക്കാനും, ഇവിടുത്തെ സ്റ്റാഫിന് ശമ്പളം കൊടുക്കാനല്ല. അത് നിന്റെ ആത്മീയ വർധനയ്ക്കും, അത് നിന്റെ ആത്മീയ ജീവിതത്തിന് പുഷ്ടിക്കും, നിന്റെ ആത്മ മനുഷ്യന്റെ പുഷ്ടിക്കും, ആത്മീയ ആഹാരത്തിനും ശാപം മാറി ഒരു അനുഗ്രഹത്തിലേക്ക് കടക്കുവാനാണ്. ഇന്ന് ദാരിദ്ര്യത്തിന്റെ മനോഭാവത്തിൽ കിടക്കുന്ന ചിലരുണ്ടെങ്കിൽ പറയട്ടെ, ദാരിദ്ര്യത്തിന്റെ മനോഭാവവും ദാരിദ്ര്യത്തിന്റെ ആത്മാവും മാറുവാൻ, ആ ശാപം മാറുവാൻ ചിലർ ദശാംശം കൃത്യമായി ദൈവസന്നിധിയിൽ ഇടട്ടെ. ആമേൻ പറയാൻ ബുദ്ധിമുട്ടുള്ളതാ, സാരമില്ല, പറഞ്ഞേ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ചിരിച്ചുകൊണ്ട് പറഞ്ഞാൽ പ്രയാസമില്ലെന്ന് എന്നോട് പറഞ്ഞത്, അതുകൊണ്ട് ചിരിച്ചുകൊണ്ട് പറയാം. പ്രൈസ് ദി ലോർഡ്. ഓൾ റൈറ്റ്. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ ബുദ്ധിമുട്ട്, അതുകൊണ്ട് പെട്ടെന്ന് എൻ്റെ സമയം കഴിഞ്ഞെങ്കിൽ അത് പറഞ്ഞത്. ഇനി പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് കടക്കുവാൻ പോകുകയാണ്.
പലപ്പോഴും പലരെയും ദാരിദ്ര്യത്തിൽ ഇടുവാൻ കാര്യം ചില ഉടമ്പടികളാണ്. സം കവനൻസ്. ഓ മൈ, ഇതെൻ്റെ ഏറ്റവും പ്രൈമല്ല ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇന്ന് ചില ബ്രേക്ക് ത്രൂ, ഇവിടെ നിന്ന് ബ്രേക്ക് ത്രൂ ആരംഭിക്കാൻ പോകുകയാണ്. ചിലർ ഇതിൻ്റെ അകത്ത് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ എന്തിനു വേണ്ടി എത്ര പണം ചെലവാക്കിയാലും ദൈവനാമത്തിൽ ചെലവാക്കിയാലും എൻ്റെ ദശാംശം കൃത്യമായി സഭയിൽ കൊണ്ടിടും എന്നൊരു തീരുമാനം ചിലരുടെ ഉയർന്നെങ്കിൽ ഇന്ന് ചിലതിൻ്റെ മേൽ ഒരു പുതപ്പ് വീണിരിക്കും. കർത്താവ് പറയുന്നത്, യു ടെസ്റ്റ് മീ. പാസ്റ്ററെ അല്ല, ദൈവത്തെ ടെസ്റ്റ് ചെയ്യാൻ. യു ടെസ്റ്റ് മീ, എന്നെ ശോധന ചെയ്ത് നോക്കാം, എന്നെ പരീക്ഷിച്ച് നോക്ക്. ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം ഞാൻ നിനക്ക് നന്മയാൽ നിറയ്ക്കുവാൻ ദേശത്തെ വെട്ടിക്കിളിയെയും എന്ന് പറഞ്ഞാൽ പാഴ്ചെലവുകളെയും ഒക്കെ മാറ്റുന്നത് പോലെ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ സമ്പത്തിനെ വർദ്ധിപ്പിക്കും. സ്ഥലം പോരാതെ വരുവോളം മറ്റുള്ളവർ കാണുക നിന്നെ അനുഗ്രഹിക്കുന്നത് പോലെ എൻ്റെ കരം നിന്റെ മേൽ അനുഗ്രഹത്തിനായി വന്നിരിക്കും. വിശ്വസിക്കുന്നവരുണ്ടോ? ദശാംശം കൊടുക്കുന്നവരും കാണും. എങ്കിലും അവരുടെ ചിലരുടെ ജീവിതത്തിൽ ചില ഉടമ്പടികൾ, ഞാൻ ചില ആഴ്ചകൾക്ക് മുൻപ്, മേ ബി ഒരു 5-6 വീക്സ് അഗോ ഈ വാക്യം വായിച്ചായിരുന്നു. എനിക്കറിയത്തില്ല ഏത് സർവീസിലാണ്, ഫസ്റ്റ് സർവീസിലാണോ സെക്കൻഡ് സർവീസിലാണോ, എക്സ്പ്ലെയിൻ ചെയ്തില്ല. എങ്കിലും ഇത് വായിച്ചായിരുന്നു. ഈ പശ്ചാത്തലത്തിലെല്ലാം എങ്കിലും ഇത് സംസാരിച്ചായിരുന്നു. ചിലർ ഉടമ്പടികൾക്ക് കീഴിലാണ് എന്ന് പറഞ്ഞാൽ പിതാക്കന്മാരുടെ കാലത്ത്, ഓർ മേ ബി ജനറേഷൻസ് അഗോ, പല തലമുറകൾക്ക് പിൻപിൽ കുടുംബത്തിൻ്റെ പേര് സ്ഥാപിക്കുവാൻ, കമ്മ്യൂണിറ്റിയുടെ കാവലിനായി. ഞാൻ അന്ന് പറഞ്ഞ ഉദാഹരണം ഇതായിരുന്നു. ഈ അടുത്തൊരു ഏരിയയിൽ ഒരു മസൂരി പോലെ ഒരു രോഗം വ്യാപരിച്ചു. ചിക്കൻ പോക്സിൻ്റെ, സ്മോൾ പോക്സിൻ്റെ പോലെ ഒരു രോഗം വ്യാപരിച്ചു. അന്ന് എത്ര നോക്കിയിട്ടും ആ രോഗം മാറുന്നില്ല ദേശത്തുനിന്ന്. ആ കാലത്ത് ആ ദേശത്തിലുള്ള പ്രമാണികൾ ഒരു കാര്യം തീരുമാനിച്ചു, ഞങ്ങളുടെ ഈ രോഗം ദേശത്തെ വിട്ടുമാറുകയാണെങ്കിൽ ആ ദേശത്തിൻ്റെ സകല ഇടത്തും ഞങ്ങൾ കല്ലും കൊണ്ടുണ്ടാക്കിയ ക്രൂശ് നാട്ടിയിരിക്കും. ഇന്നും ഞങ്ങൾ താമസിക്കുന്ന ആ കെമ്പപ്പുര ഏരിയ മുതൽ എനിക്ക് തോന്നുന്ന സുൽത്താൻ പാളയം അബൌട്ട് ഒരു 7-8 കിലോമീറ്റർ സ്ട്രെച്ചിൽ ചെന്നാൽ ഇന്നും കല്ലിൽ കൊത്തിയ വലിയ ക്രൂശിൻ്റെ രൂപങ്ങൾ നാട്ടിട്ടുള്ളത് കാണുവാൻ സാധിക്കും. കാര്യം അന്നത്തെ ആൾക്കാർ ഒരു ഉടമ്പടി ചെയ്തത്, ഞങ്ങളുടെ ദേശത്തുനിന്ന് ഈ രോഗം മാറുകയാണെങ്കിൽ ഈ ക്രൂശ് ഇവിടെ നാട്ടിയിരിക്കുമെന്ന്. നമ്മൾ അറിഞ്ഞും അറിയാതെയും പല ഉടമ്പടികൾ പല സ്ഥലങ്ങളിൽ നടന്നിട്ടുണ്ട്. നമ്മൾ അറിയാതെ നമ്മൾക്ക് മറഞ്ഞിരിക്കുന്നതാണെങ്കിലും ചില ഉടമ്പടികൾ ചിലരെ ബന്ധിച്ചിരിക്കും. നമ്മൾ ആത്മാവിൽ രക്ഷ പ്രാപിച്ചു, ആത്മാവിൻ്റെ രക്ഷ പ്രാപിച്ചു എങ്കിലും ദൈവിക പദ്ധതികളിലേക്ക് കടക്കാതെ നമ്മളുടെ നന്മയെ, നമ്മളുടെ വഴികളെ അടച്ചു കളയുന്ന ചില ഉടമ്പടികളെ ഇന്ന് ശാസിക്കാൻ പോകുകയാണ്. ചില പിതാക്കന്മാർ പറഞ്ഞു കാണും, ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ തലമുറയായി ഞങ്ങൾക്ക് കാവൽ തന്നാൽ, ഞങ്ങൾക്ക് പണം, സമ്പത്ത്, ഞങ്ങൾക്ക് അന്നന്നത്തേക്ക് ആവശ്യമുള്ളത് തന്നാൽ ഞങ്ങൾ നീ ശക്തിയെ മാത്രം സേവിക്കാം. നമ്മൾ അറിയാതെ എങ്ങും ചരിത്രത്തിൽ രേഖപ്പെടുത്താതെ ഉയർന്ന ഉടമ്പടികളുണ്ടെങ്കിൽ നമ്മൾ അറിയുന്നില്ലെങ്കിലും നമ്മളുടെ വഴികളെ തടസ്സപ്പെടുത്തുവാൻ അങ്ങനത്തെ ചില ഉടമ്പടികൾ ഉണ്ടെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ചില ഉടമ്പടികൾ തകരുകയും ചില ദൈവിക സമ്പത്തിലേക്ക് കടക്കുവാൻ ചില വാതിലുകൾ തുറക്കുവാൻ പോകുക. എത്ര പേർ വിശ്വസിക്കുന്നു? വായിക്കാം. യെശയ്യാ പ്രവചനം 28-ാം അധ്യായം 15-ാം വാക്യം. അങ്ങനെയുള്ള ചില ഉടമ്പടികൾ ഉടഞ്ഞു പോകുവാൻ വായിച്ചാട്ടെ. ഞങ്ങൾ മരണത്തോട് സഖ്യതയും പാതാളത്തോട് ഉടമ്പടിയും ചെയ്തിരിക്കുന്നു. പ്രവഹിക്കുന്ന ബാധ ആക്രമിക്കുമ്പോൾ അത് ഞങ്ങളോട് അടുത്തു വരികയില്ല. ഞങ്ങൾ ഭോഷ്കിനെ ശരണമാക്കി വ്യാജത്തിൽ ഒളിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞുവല്ലോ. അധികം അങ്ങോട്ട് ഇറങ്ങുവാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്തൊരു വാക്യം കൂടെ വായിക്കും, 18-ാം വാക്യം കൂടെ വായിക്കും. കാര്യം അതിനെ പൊട്ടിക്കുവാൻ പോകുക. അടുത്ത ചില നിമിഷങ്ങൾ കൊണ്ട് ചിലരുടെ ജീവിതത്തിൽ ഒരുപക്ഷേ തലമുറകൾക്ക് മുൻപിൽ നിങ്ങളുടെ പിതാക്കന്മാർ, നമ്മുടെ കമ്മ്യൂണിറ്റി ലീഡേഴ്സ്, എവിടെയെങ്കിലും നമ്മൾ ആയിരിക്കുന്ന ദേശത്തിൻ്റെ അധികാരം സ്ഥാനത്തിരിക്കുന്ന വ്യക്തികൾ, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കുടുംബങ്ങൾക്ക് മീതെയോ ദേശങ്ങൾക്ക് മീതെയോ ഉടമ്പടിയുടെ വാക്കുകൾ ഏതെങ്കിലും ശക്തികളുമായി ചെയ്ത് ആ ശക്തികൾ ഇന്ന് അവശേഷിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ പോയി അവകാശം മുഴക്കും. അതെ, അവർ നിന്നെ അംഗീകരിച്ചു എങ്കിലും ഒരു ഉടമ്പടിയുടെ വാക്ക് കിടക്കുന്നു, നിന്നെ ആയുഷ്കാലം ഞങ്ങൾ തലമുറകളായി ഞങ്ങൾ നിന്നെ സേവിക്കാം എന്നുള്ളൊരു ആ ഉടമ്പടിയുടെ മുൻപിൽ ഞങ്ങൾ ആ കുടുംബത്തിൽ, ആ കമ്മ്യൂണിറ്റിയിൽ സമ്പത്ത് നൽകി, കാവൽ നൽകി. ആ ഉടമ്പടിയുടെ ഒരു ക്ലെയിം, അവകാശം ഇന്നും ശേഷിച്ചിരിക്കുകയാൽ ഇവൻ ഉടമ്പടിയിൽ നിന്ന് മാറിയെങ്കിലും ആ ഉടമ്പടിയുടെ നന്മയിലേക്ക് കടക്കുന്നതിൻ്റെ മുൻപേ ഈ ഉടമ്പടി ഉടച്ചേ മതിയാകും. പഴയ ഉടമ്പടി ഉടയ്ക്കാതെ പുതിയ ഉടമ്പടിയുടെ നന്മ അനുഭവിക്കുവാൻ സാധിക്കുകയില്ല. ഉടമ്പടികളെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയണം എന്ന് എനിക്കുണ്ട്, ഇന്ന് സമയമില്ല. പഴയ ഉടമ്പടി ഉടയ്ക്കാതെ, അത് നിർവീര്യമാകാതെ പുതിയ ഉടമ്പടിയുടെ പൂർണ്ണ നന്മയിലേക്ക് കടക്കുവാൻ സാധിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് ചില പഴയ ഉടമ്പടികൾ യേശുവിൻ്റെ നാമത്തിൽ ഉടഞ്ഞിരിക്കും. ആ വചനത്തിൻ്റെ വെളിച്ചത്തിൽ വായിക്കാം. 18-ാം വാക്യം. മരണത്തോടുള്ള നിങ്ങളുടെ സഖ്യത ദുർബലമാകും.
പാതാളത്തോടുള്ള നിങ്ങളുടെ ഉടമ്പടി നിലനിൽക്കുകയില്ല. ഇന്ന് എത്ര പേർക്ക് പറയുവാൻ സാധിക്കും, യേശുവിൻ്റെ നാമത്തിൽ പഴയ ഉടമ്പടികൾ ഞാൻ അറിഞ്ഞോ അറിയാതെ ഉള്ളതിനെ യേശുവിൻ്റെ നാമത്തിൽ അതിനെ ഐ ഡിസ്അണൽ, അതിനെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വ്യർത്ഥമാക്കി കളയുക. ആ നാവും കൊണ്ട്, ആ വാക്കുകൾ കൊണ്ട്, ആ ശബ്ദം കൊണ്ട് അത് ഏറ്റു പറഞ്ഞേ മതിയാകും. ചിലർ പറയുവാൻ തയ്യാറാകട്ടെ. ഒരു ശുശ്രൂഷ ആരംഭിക്കുക ഇവിടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ആയിരിക്കും, ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലായിരിക്കും, ഞങ്ങളുടെ ദേശത്തായിരിക്കും, ഞങ്ങളുടെ സമ്പത്തിനെ ബന്ധിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കാവൽ തരാം, ഞങ്ങൾക്ക് നന്മ തരാം എന്ന് പറഞ്ഞ് വന്ന ചില ശക്തികളുടെ അവകാശവാദങ്ങൾ, ഇന്നും ദൈവസന്നിധിയിൽ മുഴക്കുന്ന ചില അവകാശങ്ങൾ ഇന്ന് പ്രതിയോഗി ഞങ്ങൾക്ക് വിരോധമായി ഉയർത്തുന്നെങ്കിൽ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ദൈവിക നന്മയിലേക്ക്, ദൈവിക ഉടമ്പടികൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറാൻ കഴിയാത്തതുപോലെ വാതിലുകളെ അടച്ചു കളയുന്ന ചില ശക്തികളെ ഇന്ന് ആ ഉടമ്പടികളുടെ ശക്തികളെ, അതിൻ്റെ വെല്ലുവിളികളെ, അതിൻ്റെ അവകാശങ്ങളെ എൻ്റെ ജീവിതത്തിൽ നിന്ന്, എൻ്റെ കുടുംബത്തിൽ നിന്നും അതിനെ യേശുവിൻ്റെ രക്തത്താൽ ജയിച്ചിരിക്കുന്നു എന്ന് ചിലർ വാക്ക് പറയട്ടെ. ഇന്ന് ആ വാക്കിൻ്റെ ശബ്ദം ഉയരട്ടെ, ആ വാക്കുകൾ ഉയരട്ടെ. ഇന്ന് പകൽക്കാലം ചിലർ അങ്ങനെ പറയുമ്പോൾ ചിലരുടെ വാതിലുകളെ അടച്ചു കളഞ്ഞത്, ചില അവരുടെ അവസരങ്ങളെ അടച്ചു കളഞ്ഞത്, ചിലരുടെ കണ്ണുകളെ അടച്ചു കളഞ്ഞത്, ചില നന്മകളെ അടച്ചു കളഞ്ഞത് യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരിക. ഒരു ശുശ്രൂഷ ഇവിടെ ആരംഭിച്ചു. ഇതിൻ്റെ അകത്തോ ഇതിൻ്റെ പുറത്തോ ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന ചിലർ ഏറ്റുപറയട്ടെ, കർത്താവേ, ദശാംശം കൊടുക്കുന്ന ഞങ്ങൾക്ക് യേശുവിൻ്റെ നാമത്തിൽ വാതിലുകളെ അടച്ചു കളഞ്ഞ ചില ഉടമ്പടികളുടെ ശക്തികളെ നസ്രയനാകുന്ന യേശുവിൻ്റെ നാമത്തിൽ ആ ദാരിദ്ര്യ പിശാചേ, ആ ദാരിദ്ര്യത്തിന്റെ ആത്മാവേ, ആ ദാരിദ്ര്യത്തിന്റെ മനോഭാവമേ, ഞങ്ങളുടെ കണ്ണുകളെ കുരുടാക്കി കളയുന്ന, ഞങ്ങളുടെ മനോഭാവങ്ങളെ ഒതുക്കി കളയുന്ന ആ ദാരിദ്ര്യത്തിന്റെ പിശാചേ, ആ ദാരിദ്ര്യത്തിന്റെ ആത്മാവേ, യേശുവിന്റെ നാമത്തിൽ ദൈവിക അനുഗ്രഹത്തിലേക്കും അതിന്റെ പൂർണ്ണതയിലേക്കും ആ നിത്യതയുടെ വെളിച്ചത്തിൽ ഞങ്ങൾ അനുഭവിക്കുവാനുള്ള ദൈവിക അനുഗ്രഹങ്ങളുടെ പൂർണ്ണതയിലേക്ക് ഞങ്ങൾ വരുവാൻ എല്ലാ പഴയ സഖ്യതകളുടെയും, മരണത്തോടുള്ള ഞങ്ങളുടെ സഖ്യതകളുടെയും, പൂർവ്വപിതാക്കന്മാരുടെ സഖ്യതകളെ, ദേശത്തിന്റെ പ്രമാണികളുടെ സഖ്യതകളെ യേശുവിന്റെ നാമത്തിൽ ഉടച്ചു കളയുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ചിലർ ആത്മാവിൽ ഒന്ന് പകൽക്കാലം കുതിച്ചെഴുന്നേൽക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ എൻ്റെ തലമുറയുടെയും എൻ്റെ ജീവിതത്തിലുള്ള നന്മകളെ ബന്ധിച്ചു കളഞ്ഞ ഉടമ്പടികളുടെ പിൻപിൽ വ്യാപരിക്കുന്ന ശക്തികളെ ഇന്ന് യേശുവിന്റെ രക്തത്താൽ സഭയായി ഞങ്ങൾ ഉടമ്പടികളുടെ പവറിനെ ബന്ധിക്കുന്നതിന് അതിനെ പൊട്ടിച്ചു കളയുക യേശുവിന്റെ നാമത്തിൽ. നമോ, ഇനി അത് വ്യാപരിക്കുകയില്ല. ശബ്ദം ഉയരട്ടെ. ഞാൻ യേശുവിന്റെ അവകാശമാണ്. ഞാൻ യേശുമായി ഒരു ഉടമ്പടിയിൽ കടന്നു കഴിഞ്ഞു. ഞാൻ യേശുവിന്റെ രക്തത്താൽ ഒരു പുതിയ ഉടമ്പടിയിലായി കഴിഞ്ഞു. ഓരോ പ്രാവശ്യം തിരുമേശയിലേക്ക് കരം നീട്ടുമ്പോൾ ഇത് പുതിയ നിയമമാകുന്നു എന്നുള്ള പുതിയ നിയമത്തിന്റെ ആ പുതിയ ഉടമ്പടിയുടെ ഒരു ഭാഗമായി കഴിഞ്ഞിരിക്കുക. പഴയ ഉടമ്പടികളെ യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടേണ്ടത് വെളിപ്പെടട്ടെ, വെളിപ്പെടേണ്ടാത്തത് വെളിപ്പെടാതെ എങ്കിലും ചിലത് പൊട്ടിമാറിയേ മതിയാകൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord. എൻ്റെ ദൈവത്തിന് ചിലരെ കുറിച്ച് വലിയ ഉദ്ദേശമുണ്ട്, ചിലരെ കുറിച്ച് ദൈവക്ക് വലിയ പദ്ധതിയുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ ആഗ്രഹം ദേശത്തെ നിങ്ങൾ നിമിത്തം അനുഗ്രഹിക്കണം. എങ്കിലും പിശാചിന്റെ അവകാശം, കർത്താവേ, നീ അവൻ്റെ ജീവിതത്തിലേക്ക്, അവളുടെ ജീവിതത്തിലേക്ക് നിന്റെ പദ്ധതികൾ കൊടുക്കുവാൻ അതേ വാതിൽ സഫലവും വിശാലവുമായി തുറന്നിരിക്കുകയാണ്. എങ്കിലും അതിലേക്ക് കടക്കുന്നതിന് മുൻപേ ഇതാ പഴയ ഒരു ഉടമ്പടി, അവൻ അറിയുന്നില്ല, മറഞ്ഞു കിടക്കുകയാണ്. പഴയ ഉടമ്പടികളെ യേശുവിന്റെ നാമത്തിൽ ഉടച്ചു കളഞ്ഞിരിക്കുക. ചില പുതിയ വാതിലുകളിലേക്ക് ചിലർ കടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് പകൽക്കാലം ചിലതിനെ റിലീസ് ചെയ്യുകയാണ്. ശ്രദ്ധിക്കണം. എന്തിനാണ് ദൈവം ഇത് ചെയ്യുന്നത്? ദേശത്തിൽ ഒരു ശുശ്രൂഷ ചെയ്തെടുക്കുവാന്. നിങ്ങൾ വിചാരിക്കും പാസ്റ്റർമാർ ശുശ്രൂഷ ചെയ്യട്ടെ, അവർക്കില്ലേ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്നത്, ഞങ്ങളൊക്കെ സ്വത്രം പറഞ്ഞുകൊണ്ടിരുന്നോളാം, പാട്ട് പാടിക്കൊണ്ടിരുന്നോളാം. നോ, ദൈവം ആത്മീയ അബ്രഹാം പിതാവിൻ്റെ ആത്മീയ സന്തതികളായി ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്ന ഏവർക്കും ഒരു ശുശ്രൂഷയുണ്ട്. എങ്ങനെയാണ് ആ ശുശ്രൂഷ ചെയ്യുന്നത്? മൈക്ക് ലഭിച്ചാൽ മാത്രമല്ല ശുശ്രൂഷ, നിങ്ങളുടെ ജീവിതം കൊണ്ട് ഒരു ശുശ്രൂഷ ചെയ്തെടുക്കുവാൻ സാധിക്കും. നമ്മൾ ഓരോ സ്തോത്രകാഴ്ച കൊണ്ടിടുമ്പോൾ, ഓരോ ദശാംശം കൊണ്ടിടുമ്പോൾ നമ്മളുടെ അനുഗ്രഹം വർദ്ധിക്കുന്നുവെന്ന് മാത്രമല്ല, ഞാൻ പറയട്ടെ, സ്വർഗത്തിൻ്റെ കിളിവാതിൽ തുറക്കുവാനുള്ള താക്കോൽ നിങ്ങൾ തൊടുകയാണെന്ന് മാത്രമല്ല, ദേശത്തെ തൊടുവാനുള്ള ഒരു ആത്മീയ അധികാരം ദൈവം ചിലരെ ഏൽപ്പിക്കുകയാണ്. ഇന്ന് സ്തോത്രകാഴ്ചകളെ കുറിച്ച് ഞാൻ പറയുന്നത്. വായിക്കാം, ഒരു വാക്യം കൂടെ, ഒടുവിലായിട്ട് ഒരു വാക്യം കൂടെ വായിക്കാം. അത് കഴിയുമ്പോൾ പ്രാർത്ഥിക്കുവാൻ എല്ലാവരും തയ്യാറായിക്കണം. മലാക്കി പ്രവചനം 3-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ സ്തോത്രകാഴ്ചകളെ കുറിച്ചും ദശാംശങ്ങളെ കുറിച്ചും തന്നെ. അവൻ ഊതി കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധി വരുത്തുന്നവനെ പോലെയും ഇരുന്നുകൊണ്ട് ദൈവത്തെ കുറിച്ച് പറയുകയാണ്. ദൈവം നമ്മളുടെ ജീവിതത്തിൽ, ലേവി പൗരോഹിത്യത്തെ കുറിച്ച് പറയുമ്പോൾ അല്ല, ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതന്മാരായ നമ്മൾ, പൗരോഹിത്യ വർഗമായ നമ്മളെ കുറിച്ച് പറയുകയാണ്. ദൈവം നമ്മളെ ശുദ്ധീകരിക്കും. എങ്ങനെയാണ് ശുദ്ധീകരിക്കുന്നത്? കഴുകി മെടക്കി ശുദ്ധീകരിക്കല്ല. നോ, വാഷിംഗ് അല്ല, ആസ് എ റിഫൈനർ. ഇതാ വെള്ളി തീയിൽ ഊതി കഴിക്കുന്നത് പോലെ ഞാൻ ചിലതിനെ ശോധന ചെയ്ത് ചിലരെ ശുദ്ധീകരിക്കുവാൻ പോകുകയാണ്. അതിൻ്റെ അർത്ഥം
കഷ്ടതയിൽ കൂടെ വിടുമെന്നല്ല, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ തീയിൽ നമ്മളെ തന്നെ നിർമ്മലരാക്കുവാൻ, ശുദ്ധീകരിക്കുവാൻ ഏൽപ്പിക്കപ്പെട്ടാൽ പിന്നെ കഷ്ടതയുടെ മരുഭൂമിയിൽ കൂടെ വിട്ട് ചിലരെ ശുദ്ധീകരിക്കേണ്ട ആവശ്യമില്ല. പരിശുദ്ധാത്മാവിൻ്റെ തീയുടെ മുൻപിൽ അവരുടെ പാപങ്ങൾ കണ്ടുണർന്ന് അവരെ തന്നെ ശുദ്ധീകരിക്കാത്ത ചിലതിനെ ദൈവത്തിൻ്റെ പദ്ധതിയും നിയോഗവും നിത്യതയുടെ വെളിച്ചത്തിൽ നിന്റെ മേലുള്ളതിനാൽ ചിലതിനെ മരുഭൂമിയിൽ കൂടെ കടത്തിയെന്നും ഇരിക്കും. എങ്കിലും മരുഭൂമിയെക്കുറിച്ചും കഷ്ടതയെക്കുറിച്ചും അല്ല പറയുന്നത്. അവരുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുവാൻ തയ്യാറാകുന്ന ചിലരുണ്ടെങ്കിൽ അവരോട് പറയട്ടെ, ദൈവം തന്നെ ശുദ്ധീകരിക്കും. വായിച്ചാട്ട് 3 മുതൽ വീണ്ടും ആദ്യം മുതൽ. അവൻ ഊതി കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധി വരുത്തുന്നവനെ പോലെയും ഇരുന്നു കൊണ്ട് ലേവി പുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും. അവർ പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കുന്നത് എങ്ങനെയാണ്? വെള്ളത്തിൽ കഴുകിയല്ല, തീക്കകത്തോട് പരിശുദ്ധാത്മാവിന്റെ തീക്കകത്ത് ചില ശുദ്ധീകരണം പ്രാപിക്കട്ടെ. എൻ്റെ കള്ളം പറയുന്ന സ്വഭാവം, എൻ്റെ ദേഷ്യത്തിൻ്റെ സ്വഭാവം, എൻ്റെ മോഷ്ടിക്കുന്ന സ്വഭാവം, എൻ്റെ കുറ്റം പറയുന്ന സ്വഭാവം, എൻ്റെ വേണ്ടാത്ത സ്വഭാവങ്ങളെല്ലാം അവരവരങ്ങ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്താൽ മതി. എൻ്റെ സകല സ്വഭാവങ്ങളെയും വേണ്ടാത്ത സ്വഭാവങ്ങളെയും ശുദ്ധീകരിക്കും. വായിച്ചാട്ടെ, എന്തിനു വേണ്ടിയാണ്? അങ്ങനെ അവർ നീതിയിൽ യഹോവയ്ക്ക് വഴിപാട് അർപ്പിക്കും. അങ്ങനെ ഇംഗ്ലീഷിൽ an offering, അവർ നീതിയിൽ ദൈവത്തിന് ഒരു വഴിപാട് അർപ്പിക്കും. ഓരോ സ്തോത്രകാഴ്ച ഇടുമ്പോഴും എന്തൊരു ഡേഞ്ചറസ് പരിപാടിയാണെന്നറിയാം നിങ്ങൾ കാണിക്കുന്നത്. ശ്രദ്ധിക്കണം, ഇങ്ങോട്ട് ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. ഓരോ പ്രാവശ്യവും നിങ്ങൾ കരങ്ങൾ നീട്ടി സ്തോത്രകാഴ്ച പാത്രത്തിൻ്റെ അകത്തോട്ട് ഇടുമ്പോൾ, ഡു യു നോ വാട്ട്സ് ഹാപ്പനിങ്? യു ആർ ഇൻവോക്കിംഗ് എ പവർഫുൾ സ്പിരിച്വൽ ഡൈനാമിക്. ഭയങ്കര ഒരു ആത്മീയ തത്വത്തെയാണ് നിങ്ങൾ ഉണർത്തിവിടുന്നത്. ദൈവം പറയുക, നീതിയിൽ നിങ്ങൾ സ്തോത്രകാഴ്ച ഇടണമെങ്കിൽ ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കണം. അകത്ത് വരുമ്പോൾ വലിയ ശുദ്ധിയാണ്, അന്യഭാഷയും പാട്ടുമൊക്കെ. പുറത്തു പോകുമ്പോൾ നീ ശുദ്ധീകരിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ ഹാബേലിനും കായനും പറ്റി നമുക്കറിയാം. ഹാബേലിലും പ്രസാദിച്ചു, അതുകൊണ്ട് അവൻ്റെ യാഗത്തിൽ പ്രസാദിച്ചു. കായനിൽ പ്രസാദിച്ചില്ല, അതുകൊണ്ട് കായൻ്റെ യാഗത്തിൽ പ്രസാദിച്ചില്ല. ഇന്ന് പറയട്ടെ, ദൈവം നമ്മൾ ശുദ്ധീകരണം പ്രാപിച്ചവരാണെങ്കിൽ നീതിയിൽ കഴിക്കുന്ന വഴിപാടുകൾ ദൈവം പ്രസാദിച്ചാൽ, ദൈവം നമ്മളെ അംഗീകരിച്ചാൽ, നമ്മൾ നീതിയിൽ കഴിക്കുന്ന സ്തോത്രകാഴ്ച ദൈവം അംഗീകരിച്ചിരിക്കും. വായിച്ചാട്ടെ, വീണ്ടും വായിച്ചാട്ടെ. അന്ന് യഹൂദയുടെയും യെരുശലേമിന്റെയും വഴിപാട് പുരാതന കാലത്ത് എന്ന പോലെയും പണ്ടത്തെ ആണ്ടുകളിൽ എന്ന പോലെയും യഹോവയ്ക്ക് പ്രസാദകരമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ചിലരിടുന്നത് ദൈവത്തിന് പ്രസാദകരമാണ്, ചിലതിടുന്നത് ദൈവത്തിന് പ്രസാദകരമല്ല. ആരിടുന്നതാണ് പ്രസാദകരം? നീതിയിൽ സ്തോത്രകാഴ്ചകൾ, വഴിപാടുകൾ, ദശാംശങ്ങൾ ദൈവസന്നിധിയിൽ ഇടുന്നവരെ കുറിച്ച് ദൈവം പണ്ടുകാലത്തേതുപോലെ പ്രസാദിച്ചിരിക്കും. വായിച്ചാട്ട്, ഞാൻ ന്യായവിധിക്കായി നിങ്ങളോട് അടുത്തു വരും. സ്തോത്രകാഴ്ച ഇടുമ്പോൾ ഒരു കാര്യം മറക്കല്ല, സ്തോത്രകാഴ്ച ഇടുമ്പോൾ ചില ശുശ്രൂഷയ്ക്കായി ദൈവ സാന്നിധ്യത്തെ നിങ്ങൾ ഉണർത്തുക. നീതിയിൽ ശുദ്ധീകരണത്തോടുകൂടെ ഒരു ദശാംശം, ഒരു സ്തോത്രകാഴ്ച, ഒരു വഴിപാട് ആ പാത്രത്തിൻ്റെ അകത്തേക്ക്, ഭണ്ഡാരത്തിലേക്ക് വീഴുമ്പോൾ ദൈവം പറയുക, ഞാൻ എഴുന്നേൽക്കും. എന്തിനു വേണ്ടി? ഞാൻ ദേശത്തോട് ഒന്ന് എൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ ഞാൻ എഴുന്നേൽക്കും. പ്രാർത്ഥനയാൽ സാധിക്കേണ്ടത് പലരുടെയും ജീവിതത്തിൽ തടഞ്ഞു കിടക്കുവാൻ കാര്യം, ചേട്ടൻ ജീവിതത്തിൽ ശുദ്ധീകരണമില്ലാതെ നിങ്ങൾ സ്തോത്രകാഴ്ച ഇടുന്നു. അതുകൊണ്ട് സ്തോത്രകാഴ്ച ഇടത്തില്ലെന്നല്ല, ശുദ്ധീകരണത്തോടെ ഇടണം. വായിച്ചാട്ട്. ഞാൻ ദേശത്തോട് പെട്ടെന്ന് അടുത്തു വന്ന് ചില കാര്യങ്ങൾ ചെയ്യും. എന്താണ് ചെയ്യുന്നത്? ഞാൻ ക്ഷുദ്രക്കാർക്കും വ്യഭിചാരികൾക്കും കള്ളസത്യം ചെയ്യുന്നവർക്കും കൂലിയുടെ കാര്യത്തിൽ കൂലിക്കാരനെയും വിധവയെയും അനാഥനെയും പീഡിപ്പിക്കുന്നവർക്കും എന്നെ ഭയപ്പെടാതെ പരദേശിയുടെ ന്യായം മറിച്ചു കളയുന്നവർക്കും വിരോധമായി ഒരു ശീഘ്ര സാക്ഷിയായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഓരോ സ്തോത്രകാഴ്ച നിങ്ങൾ ഇടുമ്പോൾ തിരിച്ചറിയുന്നുണ്ടോ? ഞാൻ പാർക്കുന്ന ദേശത്ത്, ഞാൻ ആയിരിക്കുന്ന പട്ടണത്തിൽ ദേശത്തെ അനുഗ്രഹിക്കുവാനാണ് ദൈവം എൻ്റെ കരങ്ങളെ ബലപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ആ സ്തോത്രകാഴ്ച കൊണ്ടിടുമ്പോൾ ദേശത്ത് ചില ശുദ്ധീകരണം ചെയ്യുവാൻ ദൈവം എൻ്റെ സ്തോത്രകാഴ്ചയുടെ മുൻപിൽ എഴുന്നേറ്റിരിക്കും. ഞാൻ ആ ദശാംശം കൊണ്ടിടുമ്പോൾ ചില ക്ഷുദ്രപ്രയോഗം ചെയ്യുന്ന ചിലരെ, മന്ത്രവാദികളെ, ആഭിചാരം ചെയ്യുന്നവരെ തകർത്തു മാറ്റുവാൻ ഭത്സിക്കുന്ന ഭത്സനയ്ക്ക് കഴിയാത്തത് എൻ്റെ സ്തോത്രകാഴ്ചയ്ക്ക് കഴിഞ്ഞിരിക്കും. എനിക്ക് വിരോധമായി ഉയരുന്ന മന്ത്രവാദികൾക്ക് വിരോധമായി ശീഘ്രമായി ദൈവം എഴുന്നേൽക്കുവാൻ ഓരോ സ്തോത്ര കാഴ്ചകൾക്കകത്തും ശക്തിയുണ്ടെന്ന് ഇത് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ അതിനുവേണ്ടി അല്ല സ്തോത്ര കാഴ്ച ഇടുന്നത്. എങ്കിലും ഞാൻ എൻ്റെ കരം ഒരു വഴിപാട്, നീതിയിൽ ഒരു വഴിപാട് നടത്തുമ്പോൾ ക്ഷുദ്രക്കാർക്ക് വിരോധമായി ഞാൻ എഴുന്നേറ്റിരിക്കും, വ്യഭിചാരികൾക്ക് വിരോധമായി ഞാൻ എഴുന്നേറ്റിരിക്കും. ദേശത്തെ പൊള്യൂട്ട് ചെയ്ത് കളയുന്ന, ദേശത്തെ ശപിച്ചു കളയുന്ന എല്ലാ അന്ധകാരത്തിന്റെ വ്യാപാരങ്ങൾക്കും പത്രങ്ങളായിരിക്കുന്ന ചില വ്യഭിചാരികൾ, വ്യഭിചാരത്തിന്റെ സ്വഭാവങ്ങൾ, അശുദ്ധിയുടെ വ്യാപാരങ്ങൾ ദേശത്തുനിന്നും എന്നേക്കുമായി തുടച്ചു മാറ്റുവാൻ ഇന്ന് പകൽക്കാലം സ്റ്റേജിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന ഒരു വ്യക്തിയുടെ ചുമതലയല്ല സഭ. ഒരു സ്തോത്രകാഴ്ച ഇടുമ്പോൾ, ഒരു ദശാംശ ഭാഗത്തിലേക്ക് കരം നീട്ടുമ്പോൾ ഇന്ന് പറയട്ടെ, ദേശത്തെ ശുദ്ധീകരിക്കുവാൻ,
ദേശത്ത് ഇക്കണോമിക് റിഫോർമേഷൻ ഉണ്ടാക്കുവാൻ ആ ശമ്പളങ്ങളിൽ പിടിച്ചു വയ്ക്കുന്ന അനീതിയുള്ള ചില മാനേജ്മെന്റ്സിനെ ന്യായം വിധിക്കുവാൻ എൻ്റെ ദൈവം, എന്ന് പറഞ്ഞാൽ ശമ്പളം ലഭിക്കാത്ത, തക്ക കൂലി ലഭിക്കാത്ത ചിലതിനു വേണ്ടി ന്യായം വിധിക്കുവാൻ എൻ്റെ ദൈവം എഴുന്നേറ്റിരിക്കുമെന്ന്. ഇവിടുത്തെ ബിസിനസ്സിനെ ദൈവം തൊട്ടിരിക്കുമെന്ന്, ഇവിടുത്തെ കൊമേഴ്സിനെ ദൈവം തൊട്ടിരിക്കുമെന്ന്, ഇവിടുത്തെ ട്രേഡിങ്ങിനെ ദൈവം തൊട്ടിരിക്കുമെന്ന്, ഇവിടുത്തെ കമ്മ്യൂണിറ്റിയെ ദൈവം തൊട്ടിരിക്കുമെന്ന്, ഇവിടുത്തെ സകല കമ്മ്യൂണിറ്റിയുടെ സകല മണ്ഡലത്തെയും ദൈവം തൊടുവാൻ, ഒരു കാര്യം ശുശ്രൂഷ ചെയ്യുവാൻ ചിലരെ നിൽക്കട്ടെ. ഞാൻ ശുശ്രൂഷിക്കുന്നത് പ്രാർത്ഥനയിൽ, ഞാൻ ശുശ്രൂഷിക്കുന്നത് എൻ്റെ ദശാംശം ആലയത്തിന്റെ ഭണ്ഡാരത്തിൽ വീഴുമ്പോൾ ദേശത്തെ ശുദ്ധീകരിക്കുവാൻ, രാജ്യങ്ങൾക്ക് ഒരു അനുഗ്രഹത്തിനായി എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ ഓരോ സ്തോത്ര കാഴ്ച ഇടുമ്പോഴും അതിന്റെ മഹത്വം മനസ്സിലാക്കിക്കോണം. ഒരു വലിയ അവസരം ദൈവം തന്നിരിക്കുകയാണ്. ബാംഗ്ലൂർ പട്ടണത്തിനുണ്ട് അല്ല, ഏതെങ്കിലുമൊക്കെ സ്ഥലത്തിരുന്ന് കാണുന്നവർ അവരുടെ സ്ഥലത്തെ ശുദ്ധീകരിച്ചെടുക്കുവാൻ എൻ്റെ ദൈവം ചിലതിൻ്റെ കലത്തെ ബലപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. Shall we all stand up? ചില നിമിഷങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുക, ചില ശാപശക്തികളെ ഒന്ന് പൊട്ടിക്കുവാൻ പോകുക, ചില അന്യായ ബന്ധനങ്ങളെ ഒന്ന് പൊട്ടിക്കുവാൻ പോകുക. ഇന്ന് അടുത്ത ചില നിമിഷങ്ങൾ കൊണ്ട്, 2-3 നിമിഷങ്ങൾ കൊണ്ട് ചില അന്യായ പോരുകളെ, ചില അന്യായ ബന്ധനങ്ങളെ, ചില അന്യായ തടസ്സങ്ങളെ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് ശാസിക്കാൻ പോകുകയാണ്. What is important? പ്രധാനപ്പെട്ട കാര്യം എന്ത്? എൻ്റെ ജീവിതത്തിൽ ഞാൻ ശുദ്ധീകരണത്തോടുകൂടെ ദൈവത്തെ സേവിക്കും. ഞാൻ നൽകുന്ന 1 രൂപ ആയിരിക്കും സ്തോത്ര കാഴ്ച, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. അല്ല, ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതിനനുസരിച്ചായിരിക്കും ഞാൻ സ്തോത്ര കാഴ്ച ഇടുന്നത്. എൻ്റെ ദൈവം അറിയുന്നു. എങ്കിലും ഞാൻ ഇടുമ്പോൾ ഞാൻ സഭയ്ക്ക് ഒരു നന്മ ഉണ്ടാകുവാൻ, അത് നന്മയാണ്. ഡെഫിനറ്റ്ലി നിങ്ങളുടെ സ്തോത്ര കാഴ്ചകൾ സഭയ്ക്ക് ഒരു അനുഗ്രഹമാണ്. ഐ ഡോണ്ട് ഡിനൈ ദാറ്റ്. എങ്കിലും അവിടം കൊണ്ട് നിർത്തുവാനല്ല. നിങ്ങളുടെ സ്തോത്ര കാഴ്ച നിങ്ങളുടെ അനുഗ്രഹമാണ്. അവിടം കൊണ്ട് നിർത്തുവാനല്ല, ജാതികൾക്ക് ഒരു നന്മയായി തീരുവാൻ. എൻ്റെ സ്തോത്ര കാഴ്ച ആലയത്തിൽ വരുമ്പോൾ ദേശത്തൊരു മന്ത്രവാദി നിൽക്കാതെ ദേശത്തെ മന്ത്രവാദികൾ ശുദ്ധക്കാരുടെ ഇടയിൽ നിന്നും എൻ്റെ ദൈവം ശുദ്ധീകരിച്ച് ദേശത്തിനൊരു ആത്മീയ ശുദ്ധി വരുത്തിയിരിക്കും. എൻ്റെ സ്തോത്ര കാഴ്ച ദശാംശ ഭാഗം ഞാൻ വിശുദ്ധിയോടെ, ഞാൻ നിർമ്മലതയോടെ, പ്യൂരിറ്റിയോടെ ഞാൻ ദൈവസന്നിധിയിൽ എൻ്റെ ദശാംശങ്ങൾ സ്തോത്ര കാഴ്ചകൾ ഇടുമ്പോൾ ദേശത്ത് പാപത്തിൻ്റെ പ്രവണതകളെ ശാസിക്കുവാൻ വാക്കും ഭാഷണത്താലല്ല, എൻ്റെ പ്രവൃത്തിയാൽ എൻ്റെ ദൈവം എഴുന്നേറ്റിരിക്കും. ചില നിമിഷങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചാട്ട്, കർത്താവേ ഞങ്ങളെ ശുദ്ധീകരിക്കണം, ഞങ്ങളെ വെള്ളിയും പൊന്നും ഊതി ശുദ്ധീകരിക്കുന്നത് പോലെ ഞങ്ങളെ ശുദ്ധീകരിക്കണം. കഷ്ടതയുടെ തീച്ചുളയിൽ കൂടെ അല്ല, പരിശുദ്ധാത്മാവിൻ്റെ തീയിൽ കൂടെ തന്നെ. ഞങ്ങളുടെ മനസ്സിൽ മറ്റൊരു അടിച്ചേൽപ്പിക്കുന്ന ശുദ്ധീകരണമല്ല, രോഗത്തിൽ കൂടെ വരുന്ന ശുദ്ധീകരണമല്ല. ഞങ്ങൾ നിസ്സാരമെന്നെണ്ണുന്ന പലതിൽ നിന്നും അല്ല, പൊന്നിൻ്റെ അകത്തെ കീടമെടുത്തു മാറ്റുന്നത് പോലെ ഞങ്ങളുടെ അകത്തുനിന്ന് എടുത്തു മാറ്റേണ്ടത് സകലതും എടുത്തു മാറ്റി എൻ്റെ കർത്താവെ ദേശത്തിൻ്റെ ശുദ്ധീകരണത്തിനായി ഞങ്ങളെ കർത്താവ് ഒന്ന് പ്രയോജനപ്പെടുത്തണം. യേശുവിൻ്റെ നാമത്തിൽ എന്നൊരു വലിയ ശുശ്രൂഷ ഇവിടെ ആരംഭിച്ചിരിക്കുകയാൽ നന്ദി. ഇന്ന് വലിയൊരു ശുശ്രൂഷ ആരംഭിച്ചിരിക്കുകയാൽ നന്ദി. സ്തോത്ര കാഴ്ചകൾക്കായി, ദശാംശ ഭാഗങ്ങൾക്കായി നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന നോട്ടുകൾ സകലതും പ്ലീസ് ടേക്ക് ഇറ്റ് അപ്പ് ഇൻ യുവർ ഹാൻഡ്സ്. അതിനുവേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. കർത്താവേ, ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഞങ്ങളുടെ സ്തോത്ര കാഴ്ചകൾ, ദശാംശ ഭാഗങ്ങൾ ഞങ്ങളുടെ കരങ്ങളിലേക്ക് എടുക്കുകയാണ്. ഇത് ശാപത്തിൽ നിന്നും വിടുവിക്കുവാൻ മാത്രമല്ല, ജനത്തെ അനുഗ്രഹിക്കുവാൻ മാത്രമല്ല, ഇത് ദേശത്തെ ശുദ്ധീകരിക്കുവാൻ ഒരു ശുശ്രൂഷയായി കർത്താവ് അംഗീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ പ്രാവശ്യവും ഞങ്ങൾ സ്തോത്ര കാഴ്ച പാത്രത്തിലേക്ക് കരം നീട്ടുമ്പോൾ ഞങ്ങളുടെ നന്മകളെക്കാൾ ഉപരി ജാതികൾക്കും ദേശത്തിനും ഒരു അനുഗ്രഹമാകുവാൻ അബ്രഹാമിൽ ഞങ്ങളെ തിരഞ്ഞെടുത്തെങ്കിൽ ഞങ്ങളുടെ സ്തോത്ര കാഴ്ച ഞങ്ങളൊരു ശുശ്രൂഷയായി ചെയ്യുവാൻ, രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരായി ഒരു ശുശ്രൂഷ ഇവിടെ ചെയ്തെടുക്കുവാൻ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ആത്മകണ്ണുകളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ സ്തോത്ര കാഴ്ചകൾ, ദശാംശ ഭാഗങ്ങൾ നിങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുകയാൽ സ്തോത്രം യേശുവിൻ നാമത്തിൽ